ആ 500 രൂപയ്ക്ക് മേടിച്ച സാധനം ചിലപ്പോൾ 400 പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണെങ്കിൽ അവിടെ ഇറങ്ങണം. അത് പിന്നെ 300 പോയി 200 പോയി വീണ്ടും ആഡ് ചെയ്തു, 100 പോയി വീണ്ടും ആഡ് ചെയ്തു. അതല്ല ചെയ്യേണ്ടത്. ഓരോ സ്വിങ്ങിലും അല്ലെങ്കിൽ ഓരോ കൺസോൾട്ടേഷനും ഞാൻ ആലോചിക്കും എനിക്ക് എവിടെയാണ് കൂടുതൽ ആഡ് ചെയ്യാൻ പറ്റുന്നത്. ഈ ട്രേഡ് മച്ചുവർ ആകുന്നവരെ എനിക്ക് മാക്സിമം പ്രോഫിറ്റ് റിയലൈസ് ചെയ്യണമെങ്കിൽ എനിക്ക് എവിടെയൊക്കെ മാക്സിമം ആഡ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ ഇത് ഓപ്ഷൻസിന് പകരം അത് സ്വിങ്ങോ അല്ലെങ്കിൽ ഇക്വിറ്റി മാത്രമോ അല്ലെങ്കിൽ ലോങ് ടൈം പെർസ്പെക്റ്റീവോ ആയിരുന്നുവെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരുന്നില്ലേ? മാർക്കറ്റ് ഇപ്പോൾ കയറുമെന്ന് പറയും, 10 മണി കഴിഞ്ഞിട്ട് മാർക്കറ്റ് വീഴുമെന്ന് പറയും, 2 മണി കഴിഞ്ഞിട്ട് മാർക്കറ്റ് കയറുമെന്ന് പറയും. എക്സാക്ട്ലി അങ്ങനെ തന്നെ ആയിരിക്കും സംഭവിക്കുന്നത്. ഞാനിപ്പോഴും ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ഇത്ര കാലം ചെയ്ത് അതിൽ കുറേയധികം ടൈമും മണിയും എനർജി എല്ലാം ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നതുകൊണ്ട് മാത്രമാണ് ഞാനതിൽ ഇപ്പോഴും നിൽക്കുന്നത്. പക്ഷേ പുതിയ ഒരാൾ വരുവാണെങ്കിൽ. ഇന്ന് നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ്, പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ലാത്ത ഷിജുമോൻ ആൻ്റണിയാണ് നമ്മുടെ കൂടെ. വെൽക്കം സാർ. താങ്ക് യു ഫോർ കോളിംഗ്. അപ്പോൾ ഷിജു സാറിനെ കാണുമ്പോഴും എപ്പോൾ കണ്ടാലും നമ്മൾ ഒത്തിരി ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കാറാണ്. എനിക്ക് ഇങ്ങനെ എത്ര ചോദിച്ചാലും നമ്മുടെ ഡൗട്ട്സ് മാറാത്ത അത്രയും നോളജ് ഉള്ള ഒരാളായിട്ടാണ് നമ്മളെല്ലാവരും ഷിജു സാറിനെ കാണുന്നത്. കറണ്ട് മാർക്കറ്റ് കണ്ടീഷൻസിൽ ഓപ്ഷൻസിൽ ഒത്തിരി ചേഞ്ചസ് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. ഷിജു സാറിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ട്വീറ്റൊക്കെ നോക്കുകയാണെങ്കിൽ എന്താ പറയുക, ഈ കറണ്ട് മാർക്കറ്റ് കണ്ടീഷനിൽ മാനുവൽ ട്രേഡ് ഭയങ്കര ടഫറായി വരുന്നു എന്നൊക്കെ എപ്പോഴും ഇപ്പോൾ റീസെൻ്റായിട്ട് സംസാരിക്കുന്നത് നമ്മൾ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ ചേഞ്ചസ് സെബി വന്നത് ആക്ച്വലി റീറ്റെയിലേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഷിജു സാറിന് എന്താണ് തോന്നുന്നത്? മാനുവൽ ട്രേഡേഴ്സിനെ കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കാനാണോ അതോ അവരെ സേവ് ചെയ്യാനാണോ ഈ ഒരു ചേഞ്ചസ് വന്നിരിക്കുന്നത്? ചേഞ്ചസ് ഒക്കെ നല്ല ചേഞ്ചസ് ആണ്. മീൻസ് പലർക്കും അത് ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്താ വെച്ചാൽ ലോട്ട് സൈസ് കൂട്ടിയതൊക്കെ പലർക്കും ഇഷ്ടപ്പെട്ടില്ല. ഇപ്പോൾ നമ്മൾ മുമ്പ് നോക്കുവാണെങ്കിൽ ഒരു 2010-15 ആ റേഞ്ചൊക്കെ നോക്കുവാണെങ്കിൽ ആ സമയത്ത് 2 lakh ആയിരുന്നു കോൺട്രാക്ട് സൈസ്. അവിടുന്ന് ഒരു 2015 ആയപ്പോഴേക്കും ഒരു 5 lakh കൂട്ടി. അതിനുശേഷം ഇത്രയും കാലമായിട്ട് അത് കൂട്ടിയിട്ടേ ഇല്ല. കഴിഞ്ഞൊരു 10 വർഷത്തിനിടയ്ക്ക് എനിക്ക് തോന്നുന്നു കോൺട്രാക്ട് സൈസ് കൂട്ടിയിട്ടേ ഇല്ല. അപ്പോൾ നമ്മുടെ ഇൻഫ്ലേഷനും ആ ഒരു രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പം കോൺട്രാക്ട് സൈസ് കൂട്ടേണ്ട കാലം കഴിഞ്ഞേ പോയി. ഇത് സട്ടിലായിട്ട് സെബി 5 7 10 15 അങ്ങനെ ആക്കുവാണെങ്കിൽ ആരും നോട്ടീസ് പോലും ചെയ്തില്ലായിരുന്നു, നോർമലായിട്ട് വന്നേനെ. ഇപ്പോൾ നിഫ്റ്റിയുടെ ലോട്ട് സൈസ് നോക്കുവാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് കാലത്തിന് മുമ്പ് അത് 50 ആയിരുന്നു, അവിടുന്ന് 25 ആക്കി. പക്ഷേ ഇത് ലോട്ട് സൈസ് കൂട്ടുന്നതിന് പകരം ആ സമയത്ത് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ആരും ശ്രദ്ധിക്കത്ത് പോലും ഇല്ല, ഫീൽ ചെയ്യത്തില്ല. അപ്പോൾ അത് ശരിക്കും റിക്വയർഡ് ആയിട്ടുള്ളൊരു ചേഞ്ചസ് തന്നെയാണത്. പക്ഷേ അതുകൊണ്ട് ഇപ്പോൾ പെട്ടെന്നൊരു ചേഞ്ച് വന്നപ്പോൾ മാർക്കറ്റിൻ്റെ മൊത്തത്തിലോ ഡൈനാമിക്സ് ഭയങ്കരമായിട്ട് മാറി. അതെ, ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറേ ചേഞ്ചസ് ഒന്നിച്ചു കൊണ്ടുവന്നു. ഈ ഒരു ചേഞ്ച് കൊണ്ടുവന്നു, അതിനൊപ്പം തന്നെ മാർജിൻ കൂട്ടി, അതിനുമൊപ്പം തന്നെ എക്സ്പയറി ഡേ ട്രേഡിന് ഓൾമോസ്റ്റ് ഡബിൾ മാർജിനാക്കി. അപ്പോൾ ഇതെല്ലാം വന്നപ്പോഴാണ് എല്ലാം കൂടെ ഒന്നിച്ച് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് റീറ്റെയിലേഴ്സിന് പ്രശ്നം വന്നത്. അപ്പോൾ അതിൽ ഞാനൊരു പോസിറ്റീവ് സൈഡ് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ എക്സ്പയറി ഡേയിൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ആൾക്കാർ ഫുൾ എമൗണ്ട് ഡിപ്ലോയ് ചെയ്തിട്ട് ഓപ്ഷൻസ് സെല്ല് ചെയ്യും. പ്രത്യേകിച്ച് ഈ IB ഒക്കെ കുറവുള്ള സമയത്ത് ഓപ്ഷൻസിൻ്റെ പ്രൈസൊക്കെ ഭയങ്കര ചീപ്പായിരിക്കും. ഇപ്പോൾ ചില ദിവസങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഉച്ചയാകുമ്പോഴേക്കും നിഫ്റ്റിയുടെ അറ്റ് ദ മണി ഓപ്ഷൻസൊക്കെ ചിലപ്പോൾ 10 രൂപയ്ക്കൊക്കെ ആയിരിക്കും ട്രേഡ് ചെയ്യുന്നത്. അതെ, അങ്ങനെ ട്രേഡ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്നൊരു സ്പൈക്ക് വന്നു കഴിഞ്ഞാൽ ഈ 10 രൂപ എന്നുള്ളത് 100 രൂപ 200 രൂപയ്ക്കായിട്ട് പോകും. ഇത് സെല്ല് ചെയ്യുന്നത് ആളുകൾ ഇതൊന്നും നോക്കില്ല, ബ്ലൈൻഡായിട്ട് പോയിട്ട് കുറേയധികം ഓപ്ഷൻസ് ഉള്ള ക്യാപിറ്റൽ ഫുൾ ലെവറേജ് എടുത്തിട്ട് സെല്ല് ചെയ്യും. അപ്പോൾ ആ സമയത്ത് ഹെഡ്ജ് ആണെങ്കിൽ ഒരു 100 പോയിൻ്റ് 200 പോയിൻ്റ് അകലെ വാങ്ങിക്കുവാണെങ്കിൽ ചിലപ്പോൾ 1 രൂപയ്ക്കൊക്കെ ഹെഡ്ജ് കിട്ടും. വളരെ കുറയും. അപ്പോൾ ആ ഹെഡ്ജ് വാങ്ങുമ്പോഴേക്കും മാർജിൻ ഭയങ്കരമായിട്ട് കുറയും. അങ്ങനെ കുറയുമ്പോൾ ഈ എക്സ്പയറി ഡേ ഓപ്ഷൻസ് സെല്ല് ചെയ്യുമ്പോൾ നല്ല ഹയർ ക്വാണ്ടിറ്റി ചെയ്യുക. ഒരു 10 തവണ ചെയ്യുമ്പോൾ 9 തവണയും ചിലപ്പോൾ ഇവർ ഈ 10 രൂപ ഇവർ ഗ്രാബ് ചെയ്യും. 10 രൂപയിൽ 1 രൂപ ഹെഡ്ജും പോയിട്ട് ബാക്കി 9 രൂപയും ഗ്രാബ് ചെയ്യും. അപ്പോൾ ഇവരത് വിചാരിക്കും ഓക്കെ ഇത് നല്ലതാണെന്ന് വിചാരിക്കും. സ്റ്റോപ്പ് ലോസ് ഇട്ടുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഈ 10 എന്നുള്ളതിലും 15 അല്ലെങ്കിൽ 20 പോയിട്ടായിരിക്കും ചിലപ്പോൾ 0 വരുന്നത്. അപ്പോൾ അത് പലതവണ കാണുന്നുണ്ട്, പലരും ആ സ്റ്റോപ്പ് ലോസ് ഒഴിവാക്കും. അതിൽ സ്റ്റോപ്പ് ലോസ് ഇട്ട് കഴിഞ്ഞാൽ ഈ 10 തവണ ചെയ്യുമ്പോൾ ചിലപ്പോൾ 6-7 തവണ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യും, എന്നിട്ട് 0 പോകും. 2-3 തവണ ചിലപ്പം ഡയറക്റ്റ് 0 പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി പലരും സ്റ്റോപ്പ് ലോസ് ഒഴിവാക്കും, അല്ലെങ്കിൽ ഭയങ്കര വൈഡായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ഒക്കെ ചെയ്യും. പക്ഷേ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ 10-ൽ 1-2 തവണ ചിലപ്പോൾ പെട്ടെന്നൊരു സ്പൈക്ക് വരും. ഈ 10 എന്നുള്ളത് 100-200 ആയി പോകും. ഒന്ന് കണ്ണടിച്ച് തുറക്കുന്ന സമയത്ത് ചിലപ്പോൾ 200 രൂപയ്ക്ക് കുറേ അധികം ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ഇവർ ഈ ഉണ്ടാക്കിയ പൈസയും അതിനപ്പുറം എല്ലാം കൂടെ ക്യാപിറ്റൽ ഒറ്റ ട്രേഡിൽ തന്നെ പോകും. അപ്പോൾ ഈ ഒരു ട്രേഡ് പോകുമ്പോഴും ആൾക്കാർക്ക് വിചാരിക്കില്ല ഓക്കെ ഇത് എൻ്റെ മിസ്റ്റേക്കാണ്, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു ട്രേഡ് മാത്രം പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഓണം പോലെ എനിക്ക് പ്രോഫിറ്റബിൾ ആകുന്നതാണ് ആൾക്കാർ എപ്പോഴും ചിന്തിക്കുന്നത്. പക്ഷെ അത് ആ ഒരു ട്രേഡിൻ്റെ പ്രശ്നമല്ല, ആ ഒരു മെത്തേഡിൻ്റെ പ്രശ്നമാണ്. ആ ഒരു മെത്തേഡ് നമ്മൾ എക്സ്ട്രീമായിട്ട് ലെവറേജ് യൂസ് ചെയ്യുന്നതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് സെബി പർപ്പസ്ഫുള്ളി സംതിങ് കൊണ്ടുവന്നത് ട്രേഡേഴ്സിന് ലോഞ്ചവിറ്റിയേ ഉണ്ടാവുള്ളൂ. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ്
ഞാൻ ഓപ്ഷൻ സെല്ല് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഒരു 2015-16 ടൈമിലൊക്കെ ഞാൻ ആദ്യം ഓപ്ഷൻ സെല്ലിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ കോളും പുട്ട് സെല്ല് ചെയ്യും. അന്ന് ഈ സ്ട്രാങ്കിളിൻ്റെ കോൺസെപ്റ്റ് ഒന്നും ഇതുപോലെ വൈഡായിട്ട് അഡാപ്റ്റ് ചെയ്തിട്ടില്ല ആൾക്കാർ. അപ്പോൾ ഞാൻ കോളും പുട്ടും സെല്ല് ചെയ്യും. ഇതെന്താ സംഭവിക്കുന്നത് വെച്ചാൽ എപ്പോഴും ഇത് പ്രോഫിറ്റിലാണ് വരുന്നത്. പക്ഷേ ഇന്നത്തെ പോലെ ഇഞ്ചക്ഷൻ ഒന്നും ഉണ്ട്. ഇടയ്ക്ക് പെട്ടെന്നൊരു ദിവസം പെട്ടെന്നൊരു മൂവ് വരുമ്പോഴേക്കും കുറേ പൈസ പോകും. കാര്യം വെച്ചാൽ അന്ന് 5,000 റുപ്പീസ് അല്ലെങ്കിൽ 6,000 റുപ്പീസ് ഉണ്ടെങ്കിൽ എനിക്ക് ഒരു ലോട്ട് ചെയ്യാം. അന്ന് ബ്രാക്കറ്റ് ഓർഡർ അല്ലെങ്കിൽ മറ്റേ നമ്മൾ ബ്രാക്കറ്റ് ഓർഡർ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഒക്കെ ഇൻബിൽട്ട് ചെയ്ത് ഓർഡർ, അല്ലെങ്കിൽ അങ്ങനെ കുറേ ഇൻട്രാഡേ ലെവറേജ് യൂസ് ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചില 5,000 റുപ്പീസിനൊക്കെ ആയിരിക്കും നമ്മൾ ഒരു ലോട്ട് സെല്ല് ചെയ്യുന്നത്. പക്ഷേ ഒരു സ്റ്റോപ്പ് ലോസ് അടിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് പൈസ നഷ്ടം വരും. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസിനനുസരിച്ചിട്ടായിരിക്കും മാർജിൻ ആ സമയത്ത്. അപ്പോൾ ആ ഒരു ലോസ് വരുമ്പോഴേക്കും നമ്മൾ ഇമോഷണലി ഡൗൺ ആവും, പിന്നെ ബൈ ചെയ്തിട്ട് വീണ്ടും പൈസ കളയും. അപ്പോൾ ആ ഒരു രീതിയിൽ അന്ന് ഈ ലെവറേജ് ഉള്ളത് കൊണ്ടാണ് ഞാൻ സക്സസ്ഫുൾ ആകാൻ കുറച്ചുകൂടെ താമസിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. അന്ന് ലെവറേജ് കുറവായിരുന്നെങ്കിൽ കുറച്ചുകൂടെ സ്റ്റേബിളായിട്ട് പോയത്. ഇപ്പോൾ ഈ നമ്മൾ ചേഞ്ചസ് വരുന്നതിന് മുമ്പ് സെബിയുടെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ 101 ട്രേഡേഴ്സ് മാത്രമാണ് 10 കോടി രൂപയിൽ കൂടുതൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യമുണ്ട്, അതിൻ്റെ അകത്ത് ഓപ്ഷൻ സെല്ലേഴ്സ് ആയിരിക്കും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഓപ്ഷൻ ഈ 101 ആളിൽ വിരലിലുണ്ടാവുന്ന ഓപ്ഷൻ ബയേഴ്സ് മാത്രമേ ഉണ്ടാവാനുള്ള സാധ്യതയുള്ളൂ. ആ റിപ്പോർട്ട് വന്നപ്പോൾ പേഴ്സണലി എന്ത് ഫീലാണ് വന്നു? അത് 3 വർഷത്തെ റിപ്പോർട്ടാണ്. 3 വർഷത്തെ റിപ്പോർട്ടാകുമ്പോൾ അത് നല്ലൊരു ഫീലിംഗ് ആണ്. അതിന് വെച്ചാൽ 3 ഇയേഴ്സ് റിപ്പോർട്ടാകുമ്പോൾ വിത്തിൻ 3 ഇയേഴ്സ് ഈ ഒരു ലെവലിലെത്തിയ ആൾക്കാർ വളരെ കുറച്ചുള്ളതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. അതിന് വെച്ചാൽ ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് വളരെയധികം ആൾക്കാരുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇത് കണ്ടപ്പോൾ ഒന്ന് ഞാൻ സ്കേഡായി. എന്ന് വെച്ചാൽ ഇത്രയ്ക്ക് ടഫ് ഗെയിമാണോ എന്നുള്ളത്. രണ്ട് ഹാപ്പിയായി. എന്ന് വെച്ചാൽ ആ ഒരു കാറ്റഗറിയിൽ പെടും എന്നുള്ള രീതിയിൽ വന്നു എന്നുള്ളതൊരു ഹാപ്പിയായി. പക്ഷേ നമ്മളിപ്പോൾ ടോപ്പിലെത്തുന്നത് മാത്രമല്ല, നമ്മളവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളാണ് ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട് ചെയ്യുന്നത്. പക്ഷേ എന്നാലും മാർക്കറ്റ് അതിൻ്റെ കൂടെ തന്നെ ശ്രദ്ധിച്ചിട്ടില്ല. ഇപ്പോൾ സാറ് പറഞ്ഞത് 2017 ഓപ്ഷൻ സെല്ല് ചെയ്തു. ആഫ്റ്റർ കൊറോണയ്ക്ക് ശേഷം ഇന്ത്യയിൽ ഓപ്ഷൻ സെല്ലേഴ്സിൻ്റെ എണ്ണം ഭയങ്കരമായിട്ട് കൂടി. എനിക്ക് തോന്നുന്നു എല്ലാവരും സ്ട്രാങ്കിളും സ്ട്രാഡിലിനെ കുറിച്ച് എഡ്യൂക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. ആൽഗോ ട്രേഡ്സ് ആൾക്കാർ ഈ സ്ട്രാഡിലും സ്ട്രാങ്കിളിൻ്റെ ആൽഗോ ട്രേഡ്സ് വരാനായിട്ട് എല്ലാവരും സെല്ലിങ്ങിലാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ബയ്യേഴ്സ് സെല്ലേഴ്സ് റേഷ്യോ തന്നെ ഭയങ്കരമായിട്ട് മാറി. ഇത് ഡയറക്റ്റ്ലി തന്നെ ഒരു ഓപ്ഷൻ ബയ്യർ എന്നുള്ളൊരു സക്സസ്സിന് കുറച്ചുകൂടി ബൂസ്റ്റ് ചെയ്തിട്ടില്ലേ? അത് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ ഒരു ഡിഫറൻസ് ഉള്ളതെന്ന് വെച്ചാൽ ഇതോടെ സൈക്കിൾ വരുന്നതനുസരിച്ചിട്ട് മാറി മാറി വരും. ചില സൈക്കിളിൽ ബയേഴ്സിന് ഭയങ്കരമായിട്ട് ഫേവർ ചെയ്യുന്ന മാർക്കറ്റ് വരും. ആ ഫേവർ ചെയ്യുന്ന മാർക്കറ്റ് വരുമ്പോഴാണ് എനിക്ക് എക്സ്ട്രീമായിട്ട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. നല്ല രീതിയിൽ മാർക്കറ്റ് മൂവ് ചെയ്യുന്ന ഒരു ഫേസ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 1 വീക്ക് അല്ലെങ്കിൽ 1 മന്ത് അല്ലെങ്കിൽ ചിലപ്പോൾ 1 to 2 months ചിലപ്പോൾ നമുക്ക് കിട്ടും. ആ 1 to 2 months ചിലപ്പോൾ നമ്മൾ വിസിബിളി നോക്കുമ്പോൾ ഓപ്ഷൻ പ്രീമിയം ഭയങ്കര ഹൈ ആണെന്ന് തോന്നും. ഫിക്സ് ഭയങ്കര ഹൈ ആയിരിക്കും, IV ഹൈ ആയിരിക്കും, പ്രീമിയം ഹൈ ആയിരിക്കും. പക്ഷേ ആ ടൈമിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഓപ്ഷൻ പ്രീമിയം മൾട്ടിപ്പിൾ ടൈംസ് ഇന്നേ ഡേ ഡബിൾ, ട്രിപ്പിൾ അല്ലെങ്കിൽ 5x 10x ഒക്കെ ആവും. ഇപ്പോൾ ഒരു 100 രൂപയുള്ളൊരു ഓപ്ഷൻ ചിലപ്പോൾ 600-700 ആവും. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പം 100 രൂപയുള്ളൊരു പുട്ട് ഓപ്ഷൻ ചിലപ്പോൾ 600-700 ഒക്കെ ആവും. അങ്ങനെ പല രീതിയിൽ ആ രണ്ട് സൈഡിലും മൾട്ടിപ്പിൾ ചെയ്യും. അപ്പോൾ ആ മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇൻഎഫിഷ്യൻസിയാണ്. ഇൻഎഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലേഴ്സ് കൂടുതലും വോളറ്റിലിറ്റിക്കുള്ള പ്രീമിയത്തിനേക്കാളും കുറവാണിത്. ഓൾദോ വിസിബിളി നമ്മൾ നോക്കുമ്പോൾ പ്രീമിയം കൂടുതലാണെന്ന് തോന്നിയാൽ പോലും ഇത് മാർക്കറ്റ് കണ്ടീഷൻ വെച്ചിട്ട് പ്രീമിയം കുറവായിരിക്കും. അപ്പോൾ ആ ടൈമിൽ മാർക്കറ്റ് ചിലപ്പോൾ ഒരു 10 തവണ ഇതുപോലെ ഓപ്ഷൻസ് 100 500 പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു തവണ പിടിച്ച് കഴിഞ്ഞാൽ തന്നെ എനിക്ക് നല്ല ട്രേഡായില്ലേ. പിന്നെ ബാക്കി തവണ ഫെയിലായി 2-3 തവണ ഫെയിലായി കഴിഞ്ഞാലും ചിലപ്പോൾ ഞാൻ 100 മേടിക്കും, ചിലപ്പോൾ 80-നായിരിക്കും ഇറങ്ങുന്നത്, അല്ലെങ്കിൽ 100-നായിരിക്കും ഇറങ്ങുന്നത്, ചിലപ്പോൾ 50-നായിരിക്കും ഇറങ്ങുന്നത്. ആ ലോസ് എല്ലാം ഓഫ്സെറ്റ് ചെയ്ത് പോകും ഒരൊറ്റ തവണ പിടിക്കുമ്പോൾ തന്നെ. ആ ഒരു അഡ്വാൻറ്റേജാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു ട്രേഡ് ക്ലാരിറ്റി എന്ന് നമ്മൾ പറയുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലേ. ഇപ്പോൾ ഷിവസാറ് കേരളത്തിലൊരു ഫേമായിട്ട് എല്ലാവരും അറിയപ്പെടുന്നൊരു ഓപ്ഷൻ ബയറായിട്ട് മാറി. അപ്പോൾ പല ആളുകളും ഷിവസാറിനെ പോലെ ആകണം, അല്ലെങ്കിൽ ആ രീതിയിൽ ട്രേഡ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ പ്രാക്ടീസ് ചെയ്യുകയും ഹാർഡ് വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ബട്ട് ഈ റിപ്പോർട്ട് വന്നപ്പോൾ നമ്മൾ റിയലൈസ് ചെയ്യുന്ന കാര്യം ഇത് ഭയങ്കര ടഫർ ഗെയിമാണ്, എല്ലാവരെയും കൊണ്ടും പറ്റില്ല എന്നുള്ളൊരു സാധനമുണ്ട്. അപ്പോൾ ഷിവസാർ എന്ന് പറയുന്നൊരു മോഡലാവുകയും എല്ലാവരും അതിനുവേണ്ടി ട്രൈ ചെയ്യുകയും ചെയ്യാണ്. ഷിവസാർ തന്നെ റിയലൈസ് ചെയ്ത കാര്യമാണ് ഇപ്പോൾ ഇത് ഭയങ്കര ടഫർ ഗെയിമാണെന്നുള്ളത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരോട് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും അഡ്വൈസ്
പറയാനുണ്ടോ ആ ഒരു കാര്യത്തിൽ? എനിക്കൊരു 2-3 കാര്യം പറയാനുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ട്രേഡിംഗ് എന്ന ഗെയിം തന്നെ, അല്ലെങ്കിൽ ട്രേഡിംഗ് എന്ന ബിസിനസ് തന്നെ നമ്മൾ ലോസ് വരാതെ ചെയ്യാൻ പറ്റില്ല. റൈറ്റ്. ഇപ്പോൾ ഒരാൾ ട്രേഡറായിട്ട് വരുവാണെങ്കിൽ, ഒരു ട്രേഡർ ആകാൻ ശ്രമിക്കുവാണെങ്കിൽ, വി ഹാവ് ടു എംബ്രേസ് ദ ലോസ്. ഏറ്റവും ബെസ്റ്റ് ലോസ് ടേക്കറാണ് ഏതാണെന്ന് പല മാർക്കറ്റ് വിസാറിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. ജോർജ് സോറോസ് ആണ് അവർക്കറിയാവുന്ന ഏറ്റവും നല്ല ലോസ് ടേക്കർ എന്ന്. അയാൾ ഒരു ഇമോഷനും ഇല്ലാതെ ഭയങ്കര സ്പീഡായിട്ട് ലോസ് എടുത്ത് അടുത്ത ട്രേഡിലേക്ക് പോകും. പക്ഷേ വൺ ഓഫ് ദ മോസ്റ്റ് സക്സസ്ഫുൾ ട്രേഡേഴ്സാണ് ജോർജ് സോറോസ്. അപ്പോൾ അതുപോലെയാണ് ട്രേഡിങ്ങിൻ്റെ കാര്യം. അതാണ് ബെസ്റ്റ് ലൂസർ വിൻസ് എന്നുള്ളത് വെറും ഭംഗിവാക്കല്ല, നമ്മൾ ലോസ് അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിരിക്കണം. അതിനുവെച്ചാൽ ലൂസിങ് ട്രേഡ് നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല, ഫീൽ ചെയ്യരുത്. പക്ഷേ നമ്മൾ തീരുമാനിക്കേണ്ടത് വെച്ചാൽ ഓരോ ട്രേഡിലും എത്രമാത്രം നമുക്ക് ലൂസ് ചെയ്യാൻ പറ്റും, അതിനപ്പുറം പോകരുത്. അതിനപ്പുറം പോയിട്ട് ഓക്കെ ഞാൻ നല്ല ലോസ് ടേക്കറാണെന്ന് പറഞ്ഞിട്ട് നമുക്കിപ്പോൾ 1 ലക്ഷം രൂപ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ 10 ട്രേഡിൽ 1 ലക്ഷം രൂപയും നമ്മൾ നഷ്ടം വരുത്തിയിട്ട് ഞാൻ നല്ല ലോസ് ടേക്കറാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 1 ലക്ഷം രൂപ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നമുക്ക് ഉള്ള വിൻ റേഷ്യോയും റിസ്ക് റിവാർഡും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ 10 ലക്ഷം രൂപയിൽ എത്ര നമുക്ക് ഓരോ ട്രേഡിലും റിസ്ക് ചെയ്യാൻ പറ്റും, ആ റിസ്ക് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് പോകുമ്പോൾ നമുക്ക് ഫീലിംഗ് ഒന്നും തോന്നരുത്. പക്ഷെ അവിടെ ഒരു പ്രോസസ്സ് വേണം, അവിടെ ഒരു നോളജ് വേണം, അവിടെ ഒരു അവയർനെസ് വേണം, പിന്നെ അവിടെ ഒരു മെൻ്റൽ സ്ട്രെങ്ത്തും വേണം, ക്ലാരിറ്റിയും വേണം. അത് എത്ര പോയി കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റും എന്നുള്ളത്. അത് ഫസ്റ്റ് ഓഫ് ഓൾ. സെക്കൻഡ്, ആളുകൾ എപ്പോഴും ട്രൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്റ്റോപ്പ് ലോസ് ടൈറ്റാക്കി കൊണ്ട് വന്ന് നോക്കും. അതായത് ഇപ്പോൾ റിസ്ക് റിവാർഡ് എന്നുള്ളൊരു ട്രേഡിങ്ങിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ റിസ്ക് റിവാർഡിൽ എല്ലാവരും സംസാരിക്കുന്ന നോക്കിയാൽ നമുക്ക് 1:10 റിസ്ക് റിവാർഡ് കിട്ടണം, അല്ലെങ്കിൽ 1:2 കിട്ടണം, മിനിമം 1:1 എങ്കിലും കിട്ടണമെന്നൊക്കെ പറയും. അപ്പോൾ ആൾക്കാർ പലപ്പോഴും ട്രേഡ് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത് വെച്ചാൽ അവരുടെ വിന്നേഴ്സ് ചിലപ്പം 10 രൂപയാണെങ്കിൽ ലൂസേഴ്സ് ചിലപ്പം 20 രൂപയായിരിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യും, അവർ ലൂസേഴ്സ് കുറച്ചിട്ട് ഈ 20 രൂപ എന്നുള്ള 10 ആക്കാൻ നോക്കും. ഓക്കെ, അപ്പോൾ 1:1 ആയി. വീണ്ടും അവർ ലൂസേഴ്സ് കുറച്ച് 5 ആക്കാൻ നോക്കും. ഓക്കെ, അപ്പോൾ 5:10 വരുമ്പോഴത്തേക്ക് 1:2 കിട്ടി സക്സസ് റേഷ്യോ. പക്ഷേ അപ്പോഴേക്കും ഗെയിം ഭയങ്കര ടഫറാവും. എന്ന് വെച്ചാൽ നമ്മൾ ലൂസിങ് ട്രേഡ് 5 ആകുമ്പോഴേക്കും നമ്മൾ പെട്ടെന്ന് ഇത് കട്ടാവും. അപ്പോൾ വിന്നർ 10 ആണെങ്കിൽ പോലും നമ്മുടെ പ്രോബബിലിറ്റി ഭയങ്കരമായിട്ട് കുറയും. പക്ഷെ അവിടെ ചെയ്യാൻ പറ്റും. നമ്മളിപ്പം ഇതിൽ ഞാൻ വേറൊരു കോണ്ടെക്സ്റ്റ് കൊണ്ടുവരാം. നമ്മളിപ്പോൾ ഒരാളോട് എങ്ങനെ റിച്ച് ആവാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ 2 മെത്തേഡ് ഉണ്ട്. ഒരു 90% ഓഫ് ദ ആൾക്കാർ പറയും നമ്മൾ ഭയങ്കരമായിട്ട് ആവശ്യമില്ലാത്ത പൈസ ചിലവാക്കരുത്, നമ്മൾ കിട്ടുന്ന പൈസ മുഴുവൻ സേവ് ചെയ്തത് ഗ്രോ ചെയ്ത് നമ്മളൊരു 10-40 വർഷമൊക്കെ സേവ് ചെയ്ത് നമ്മൾ റിച്ച് ആവണമെന്ന് പറയും. അതായത് നമ്മൾ എക്സ്പെൻസ് കുറയ്ക്കണം, എന്നിട്ട് കിട്ടുന്ന പൈസ മാന്യമായിട്ട് സേവ് ചെയ്തിട്ട് അതിന് നല്ല റിട്ടേൺ കിട്ടി നമ്മൾ വർഷങ്ങൾ കൊണ്ട് റിച്ച് ആവണമെന്ന് പറയും. അതൊരു 90% ആൾക്കാർ അങ്ങനെ പറയും. ബാക്കി 10%ഓട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഒരു കാര്യം പറയും, യു നീഡ് ടു ലിവ് വിത്തിൻ യുവർ മീൻസ്. അത് യൂണിവേഴ്സൽ റൂളാണ്. അതിന് പുറമെ അവർ പറയും നമ്മുടെ എക്സ്പെൻസിൽ ലിവ് വിത്തിൻ യുവർ മീൻസ്, ബട്ട് എക്സ്പെൻസിൽ കോംപ്രമൈസ് ചെയ്യരുത്, പക്ഷേ നമ്മുടെ ഇൻകം കൂട്ടണം. ഇപ്പം നിങ്ങൾക്ക് 10,000 ആണ് ഒരു മാസം കിട്ടുന്നെങ്കിൽ അതെങ്ങനെ 1 lakh ആക്കാം, അതെങ്ങനെ 10 lakh പെർ മന്ത് ആക്കാം, എങ്ങനെ 1 crore പെർ മന്ത് ആക്കാം. അങ്ങനെ നമ്മൾ ഇൻകം കൂട്ടിയിട്ടാണ് നമ്മൾ റിച്ച് ആകേണ്ടത്. എക്സ്പെൻസിൽ കോംപ്രമൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾവേസ് വി ഷുഡ് ലിവ് വിത്തിൻ ദ മീൻസ്. പക്ഷേ നമ്മൾ എക്സ്പെൻസിൽ കോംപ്രമൈസിന് പകരം നമ്മൾ ഇൻകം കൂട്ടാനാണ് എപ്പോഴും നോക്കേണ്ടത്. അങ്ങനെയാണ് നമുക്ക് റിച്ച് ആകാൻ പറ്റുന്നത്. അത് തന്നെയാണ് ട്രേഡിങ്ങിൽ നമുക്ക് എക്സ്ട്രീം സക്സസ് വരണമെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് കട്ട് ചെയ്ത് നാരോ ഡൗൺ ചെയ്ത് 1 രൂപ ആക്കുകയാണെങ്കിൽ പക്ഷേ അതിൽ കുറച്ചൊക്കെ സക്സസ് കൊണ്ടുവരാം. പക്ഷേ അതൊരു വയബിൾ ആയിട്ടുള്ള മെത്തേഡല്ല. നമുക്കൊരു പരിധി കൂടുതൽ സ്റ്റോപ്പ് ലോസും റിസ്ക്കും കുറയ്ക്കാൻ പറ്റില്ല. ട്രേഡിങ്ങിൽ റിസ്ക് ഉണ്ടാവും. നമ്മളെപ്പോഴും ശ്രമിക്കേണ്ടത് റിവാർഡ് കൂട്ടാനാണ്. ആ റിവാർഡ് മാർക്കറ്റിലുണ്ട്. ഇപ്പോൾ നമ്മളൊരു സ്റ്റോക്ക് എടുക്കുവാണെങ്കിൽ പല സ്റ്റോക്കുകളും ഇപ്പോൾ കിറ്റെക്സിൻ്റെ എക്സാമ്പിൾ ആണെങ്കിൽ 150 രൂപ 200 രൂപയിൽ ഒരു വർഷം മുമ്പ് ട്രേഡ് ചെയ്ത സാധനം ഇപ്പോൾ 800 രൂപയൊക്കെ ആയില്ലേ. അതുപോലെ പല സ്റ്റോക്കുകളും അതുപോലെ മേളിലേക്ക് പോകുന്നുണ്ട്. അപ്പം നമ്മളൊരു സ്റ്റോക്ക് മേടിച്ചിട്ട് 100 രൂപയ്ക്ക് ഒരു സ്റ്റോക്ക് മേടിച്ചിട്ട് അതിൻ്റെ സ്റ്റോപ്പ് ലോസ് നമ്മൾ 50 രൂപ വെച്ചിട്ട് ഓക്കെ അത് ശരിയാവില്ല, എന്നാൽ 80 രൂപയ്ക്ക് സ്റ്റോപ്പ് ലോസ്, അപ്പോൾ 20 രൂപയല്ലേ പോകുള്ളൂ, എന്നിട്ട് നമ്മൾ 120 രൂപയ്ക്ക് ഇറങ്ങാം. ആ ഒരു മെൻറ്റാലിറ്റിയിൽ വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഓക്കെ അത് വെച്ചിട്ട് മുതലാകുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കത് സ്റ്റോപ്പ് ലോസ് ഒരു 10 രൂപ ആക്കാം. 100 രൂപയ്ക്ക് മേടിച്ച് 90 വന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം, എന്നിട്ട് 120 വരുമ്പോൾ കട്ട് ചെയ്യാം. അങ്ങനെ വെച്ച് നിങ്ങൾക്ക് എത്ര പൈസ ഉണ്ടാക്കാൻ പറ്റും? ഭയങ്കര ലിമിറ്റഡ് ആണ്. അതേസമയം 100 രൂപയ്ക്കൊരു സ്റ്റോക്ക് മേടിച്ചിട്ട് അതിൻ്റെ ഒരു വോളറ്റിലിറ്റിക്കുള്ളൊരു ഗ്യാപ്പ് സ്റ്റോപ്പ് ലോസിന് കൊടുത്തിട്ട് ചിലപ്പോൾ 80 രൂപയോ 70 രൂപയോ എവിടെയെങ്കിലും സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് അത് മുന്നോട്ട് പോകുമ്പോൾ ഈ 120 രൂപയ്ക്ക് കട്ട് ചെയ്യുന്നതിന് വരും എങ്ങനെ അത് 200-ലെത്തിക്കാം, എങ്ങനെ അത് 300 വരെ നമുക്ക് റൈഡ് ചെയ്യാം, എങ്ങനെ 500 വരെ റൈഡ് ചെയ്യാം. അങ്ങനൊരു മെത്തേഡ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ റിച്ച് ആകാൻ പറ്റും. അല്ലെങ്കിൽ സ്റ്റോക്കിലും പൈസ ഉണ്ടാക്കാൻ പറ്റും. ഓപ്ഷൻസിലും അത് തന്നെ. അതായത് നമ്മൾ
സ്റ്റോപ്പ് ലോസിനെ കുറിച്ച് വറി ചെയ്യേണ്ടത് നമ്മുടെ ഫൈനാൻഷ്യൽസും നമ്മുടെ ട്രേഡ് പ്ലാനും അനുസരിച്ചായിരിക്കണം സ്റ്റോപ്പ് ലോസ് എപ്പോഴും. പക്ഷേ റിവാർഡ് വരുമ്പോൾ നമ്മൾ മാക്സിമം റിവാർഡ് എടുക്കാൻ നോക്കണം ഓരോ ട്രേഡിലും. എനിക്ക് തോന്നുന്നു ഇത് ഓപ്ഷൻസിൽ മാത്രമല്ല, ഏതൊരു ടൈപ്പ് ഓഫ് ട്രേഡിങ്ങിലും ഭയങ്കര ക്രൂഷ്യലായിട്ടുള്ള കാര്യമാണ്. കാരണം എല്ലാവരും എന്താ പറയുക, പ്രോഫിറ്റിൽ എനിക്കിത്ര മതി ഒരു സാധനം തീർച്ചയായിട്ടും ലിമിറ്റേഷൻ പ്രോഫിറ്റിൽ വെക്കണോണ്ടാണ്. അതെ, ഇപ്പോൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനോടോ ട്രേഡേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നൊരു കാര്യമുണ്ട്. അവർക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ നല്ലൊരു ട്രേഡോ കിട്ടിക്കഴിഞ്ഞാൽ അവർ എവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യണമെന്നല്ല ആലോചിക്കുന്നത്, എങ്ങനെ ലോസ് കുറയ്ക്കാമെന്നില്ല, എത്രമാത്രം ആഡ് ചെയ്യാം, എവിടെയാണ് കൂടുതൽ ആഡ് ചെയ്യുന്നതെന്ന്. ഇപ്പം ഞാൻ നല്ലൊരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ആ ട്രേഡ് എനിക്ക് ഫേവറബിൾ ആയിട്ട് പോവുകയാണെങ്കിൽ എൻ്റെ ഫുൾ ക്വാണ്ടിറ്റി എനിക്ക് കയറാൻ പറ്റിയില്ലെങ്കിൽ ഓരോ സ്വിങ്ങിലും അല്ലെങ്കിൽ ഓരോ കൺസോൾട്ടേഷനും ഞാൻ ആലോചിക്കും എനിക്ക് എവിടെയാണ് കൂടുതൽ ആഡ് ചെയ്യാൻ പറ്റുന്നത്. ഈ ട്രേഡ് മച്ചുവർ ആകുന്നവരെ എനിക്ക് മാക്സിമം പ്രോഫിറ്റ് റിയലൈസ് ചെയ്യണമെങ്കിൽ എനിക്ക് എവിടെയൊക്കെ മാക്സിമം ആഡ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കറണ്ട് സിറ്റുവേഷൻസിൽ മാർക്കറ്റ് കറക്റ്റ് ചെയ്യണം. അതെ, ഈ സ്വിംഗ് ട്രേഡ് കഴിഞ്ഞ കുറേ നാളായിട്ട് സ്വിംഗ് ട്രേഡിൽ ആരും ലോസ് കണ്ടിട്ടേ ഇല്ല. തീർച്ചയായിട്ടും ഇവരെന്ത് ചെയ്തിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോസ് കാണുന്നത് മാത്രമല്ല, എല്ലാവരും ചോദിക്കുന്നത് എന്താണ്, ഇപ്പോൾ കല്യാണ കേസ്, ഇപ്പോൾ കല്യാണം ആവറേജ് ചെയ്യാമോ, ഇതാണ് ക്വസ്റ്റ്യൻ. കാരണം എഗെയിൻസ്റ്റ് ആയിട്ട് പോകുമ്പോഴാണ് ആളുകൾ കൂടുതൽ ആവറേജ് ചെയ്യാനായിട്ട് നോക്കുന്നത്. അനുകൂലമായിട്ട് പോയിപ്പോൾ അന്ന് ആദ്യം മേടിച്ച ചിലപ്പോൾ 100 ക്വാണ്ടിറ്റി ആയിരിക്കും, 100 ക്വാണ്ടിറ്റി ആയിട്ട് അവിടെ ചുമ്മാ ഇരുന്നിട്ടുണ്ടാവുള്ളൂ. സ്കെയിലിനാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. അതെ, ആവറേജ് ചെയ്യുന്നതിന് പകരം, അതായത് ലൂസിങ് ട്രേഡ് ആവറേജ് ചെയ്യുന്നതിന് പകരം ലൂസേഴ്സ് നമ്മൾ കട്ട് ചെയ്യണം. ഇപ്പം നമ്മൾ കല്യാൺ ജുവലേഴ്സിൻ്റെ ഷെയർ ചിലപ്പോൾ ഒരാൾ 500 രൂപയ്ക്ക് മേടിച്ച് കഴിഞ്ഞാൽ ആ 500 രൂപയ്ക്ക് മേടിച്ച സാധനം ചിലപ്പോൾ 400 പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണെങ്കിൽ അവിടെ ഇറങ്ങണം. അത്രേ ഉള്ളൂ. അത് പിന്നെ 300 പോയി 200 പോയി വീണ്ടും ആഡ് ചെയ്തു, 100 പോയി വീണ്ടും ആഡ് ചെയ്തു, അതല്ല ചെയ്യേണ്ടത്. അത് എവിടെയാണ് ഇറങ്ങേണ്ടത് അവിടെ ഇറങ്ങണം. അതേസമയത്ത് 400 പോയി നമ്മുടെ പ്ലാൻ അനുസരിച്ച് 400 500 പോയിട്ട് വീണ്ടും താഴേക്ക് വരുന്നില്ല, അവിടെ തന്നെ കൺസോൾട്ടേറ്റ് ചെയ്ത് വീണ്ടും അടുത്ത ലെഗ് വരുവാൻ തോന്നിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് എവിടെ ആഡ് ചെയ്യാൻ പറ്റണമെന്ന് നോക്കണം. ഈ കല്യാണ കേസിൽ വേറൊരു പ്രത്യേകതയുണ്ട്. പബ്ലിക് മേടിച്ചിരിക്കുന്നതിൽ 3-ൽ ഒരാൾ മലയാളിയാണ് കല്യാൺ. അപ്പോൾ നമ്മളീ പറയുന്നത് മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നു. ഞാൻ കുറച്ചും കൂടി ബിഗിനിങ് ലെവലിലേക്ക് വന്ന് ചോദിക്കുകയാണ്. ഇപ്പം ഒരു ട്രേഡർ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് തന്നെ അവർ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ കുറച്ച് നോക്കും, പിന്നെ കുറച്ച് സ്വിങ് ഒക്കെ ചെയ്യും, പിന്നെയാണ് അവർ ഓപ്ഷൻ ബൈനെ കുറിച്ച് അറിഞ്ഞ് ബൈയിലാണ് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നത് എന്നൊരു കൺസെപ്റ്റ് അവർ മനസ്സിലാക്കുന്നത്. അപ്പം സാറ് അങ്ങനെയാണോ വന്നത്? അങ്ങനെ തന്നെയാണ് വന്നത്. അപ്പം ഇപ്പോൾ ബൈ ചെയ്ത് കുറേ ഇനീഷ്യലി തന്നെ ആരും തന്നെ സക്സസ് ആവില്ല. അപ്പോൾ കുറേ ലോസസ് വരുമ്പോൾ അവർ മെൻ്റലി ഭയങ്കര നിരാശ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ആ ഒരു ജേണി എന്ന് പറയുന്നത് ഇപ്പോൾ സാറിന് തന്നെ എനിക്ക് തോന്നുന്നു ഒരു 10 ഇയറിൻ്റെ അടുത്ത് ആ ഒരു ജേണി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ആ ഒരു സ്പേസ് കൊടുക്കാനായിട്ട് ആരും തന്നെ തയ്യാറല്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ അപ്പോൾ സാറിന് ആ ഒരു സിറ്റുവേഷൻ സാർ അതെങ്ങനെയാണ് ഓവർകം ചെയ്തത്? ആ സമയത്ത് എനിക്ക് സ്റ്റേബിൾ ഇൻകം ഉണ്ട് ജോബിൽ നിന്ന്, ഫസ്റ്റ് ഓഫ് ഓൾ. സെക്കൻഡ്, ട്രേഡിങ്ങിൽ ഞാൻ ഇനിഷ്യലി 2-3 ഇയേഴ്സ് കണ്ടിന്യൂസ് ലോസ് ആണെങ്കിലും പിന്നീട് വിൻ ലോസ് ആ ഒരു സിറ്റുവേഷൻ, ബൂം ആൻഡ് ബസ് സൈക്കിളിലൊക്കെ ഞാൻ കുറേ കടന്നു പോയിട്ടുണ്ട്. അത് പെട്ടെന്ന് കുറച്ച് ദിവസം അടുപ്പിച്ച് നല്ല നല്ല പ്രോഫിറ്റ് കിട്ടും, അതെല്ലാം കൂടെ പിന്നെ ഒരാഴ്ച കൊണ്ട് കളയും, വീണ്ടും അടുത്ത സൈക്കിൾ വരും. അങ്ങനെ ആ ബൂം ബസ് സൈക്കിളിൽ പലതവണ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഓരോ തവണ കടന്നു പോകുമ്പോഴും ഓക്കെ ഞാനിത് ബെറ്ററാക്കി വരുവാണെങ്കിൽ എനിക്ക് കൂടുതൽ റിട്ടേൺ ചെയ്യാം എന്നൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും. എത്ര നാളുകൊണ്ടാണ് ആ ഒരു കോൺഫിഡൻസ് വന്നത്? മീൻസ് ഇപ്പോൾ ലൂസ് ചെയ്യുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും മനുഷ്യനാണല്ലോ, ആ ഒരു മെന്റൽ വീക്ക്നെസ് നമുക്ക് അല്ല, ആ ഒരു കോൺഫിഡൻസ് ആദ്യമുണ്ട്, പക്ഷേ ആ ഒരു ഷുവറിറ്റി ഇപ്പോഴും ഇല്ല. അതായത് ഞാൻ എന്നും ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ട്രേഡർ ആയിരിക്കും എന്നുള്ളൊരു ഷുവറിറ്റി ഇപ്പോഴും ഇല്ല. എന്ന് വെച്ചാൽ മാർക്കറ്റ് എന്നും ഇവോൾവിംഗ് ആണ്. നമ്മളും അതനുസരിച്ച് എത്ര കാലം നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഇപ്പം എനിക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നല്ല രീതിയിൽ പോകാൻ പറ്റുന്നുണ്ട്, പക്ഷേ എന്നുവരെ നമുക്കത് പറ്റുമെന്ന് അറിയില്ല. ജെസ്ലി വിൽമോറൊക്കെ നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് ട്രേഡർ ആയിരുന്നു പുള്ളി. പല പ്രാവശ്യം ബാങ്ക്രപ്റ്റ് ആയി പോയി, തിരിച്ചു വന്നു. അതെ, അപ്പോൾ നമ്മളും അങ്ങനെ നിൽക്കുമ്പോൾ ഫിയർ വേണം എന്നുള്ളതാണ്. സാർ അത് മാത്രമല്ല, ഇപ്പം ഒരുപാട് പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓപ്ഷൻ ബൈയിൽ എല്ലാവരും ലോസ് ആണ് മേക്ക് ചെയ്യുന്നതെന്ന് സെബി വരെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പറയുന്നത് ഓപ്ഷൻ ബൈയിൽ വിജയിക്കില്ല, നമുക്ക് ഭയങ്കര. അപ്പം ഇപ്പോൾ ഓപ്ഷൻ ബൈ എന്ന് പറഞ്ഞാൽ UPSC എക്സാം എഴുതുന്ന പോലെയാണ്, സ്വിംഗ് ട്രേഡ് എന്ന് പറഞ്ഞാൽ 10th എക്സാം പോലെയാണ് എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിക്കാറുണ്ട്. അപ്പം ഈ ബിഗിനേഴ്സിന് സാർ എങ്ങനെയാണ് അവർക്കൊരു ഗൈഡൻസ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ സമയം കൊടുക്കണമെന്ന് അല്ലെങ്കിൽ പഠിക്കണോ, എങ്ങനെ അവർക്ക് അതിൽ വിൻ ചെയ്യാനുള്ള ഒരു അഡ്വൈസ് സാർ കൊടുക്കുകയാണെങ്കിൽ? ബിഗിനേഴ്സിനോട് ഞാൻ പറയുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരണമെന്ന് ആഗ്രഹമുള്ള ബിഗിനേഴ്സിനോട് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ അവരോട് പറയുന്നത് ഓപ്ഷൻ ട്രേഡിലേക്ക് വരരുത്. ഞാനത് പലതവണ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോഴും ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ഇത്ര കാലം ചെയ്ത് അതിൽ കുറേയധികം ടൈമും മണിയും എനർജി എല്ലാം ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നതുകൊണ്ട് മാത്രമാണ് ഞാനതിൽ ഇപ്പോഴും നിൽക്കുന്നത്. പക്ഷേ പുതിയ ഒരാൾ വരുവാണെങ്കിൽ അതിലേക്ക് വരേണ്ട ആവശ്യമില്ല. എന്നുവെച്ചാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ
അല്ലാതെ തന്നെ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അതിനെ ഹെഡ്ജ് ചെയ്യാനും അതിനെ പ്രോപ്പറായിട്ട് പ്രോഫിറ്റ് എൻഹാൻസ് ചെയ്യാനുമായിട്ട് ഓപ്ഷൻസിനെ യൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞ ഓപ്ഷൻ ടച്ച് ചെയ്യരുതെന്നല്ല, പ്യുവർ പ്ലേ ഓപ്ഷൻ ട്രേഡിങ്ങിലേക്ക് വരരുതെന്നാണ് ഞാൻ പറയുന്നത്. അതായത് നല്ല രീതിയിലൊരു പോർട്ട്ഫോളിയോ ഉണ്ടെങ്കിൽ ആ പോർട്ട്ഫോളിയോ എങ്ങനെ പ്രോഫിറ്റ് എൻഹാൻസ് ചെയ്യാം എന്നുള്ളത് നമുക്ക് ഓപ്ഷൻസും ഫ്യൂച്ചേഴ്സും യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പം ഈ കറക്ഷൻ ഫേസ് വരുമ്പോൾ നമുക്കൊരു പ്രത്യേക ലെവലൊക്കെ മാർക്ക് ചെയ്തിട്ട് ആ ലെവലിൽ താഴെ പോകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പുട്ട് ഓപ്ഷൻ വാങ്ങി ഹോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ കോൾ ഓപ്ഷൻ സെല് ചെയ്തുകൊണ്ടേയിരിക്കാം. അപ്പോൾ നമ്മുടെ ഡ്രോ ഡൗൺ വളരെ നല്ല രീതിയിൽ നാരോ ഡൗൺ ചെയ്യാൻ പറ്റും. അതുപോലെ മാർക്കറ്റ് തിരിച്ച് കയറാൻ തുടങ്ങുന്ന സംശയം തോന്നുമ്പോൾ നമുക്കാണെങ്കിൽ ക്യാഷ് സെക്യൂർഡ് പുട്ട് ഓപ്ഷൻ സ്റ്റോക്കിൽ പോയിട്ട് സെല് ചെയ്യാം. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല പ്രൈസിൽ ആ സ്റ്റോക്ക് വാങ്ങിക്കാൻ പറ്റും വീണ്ടും താഴേക്ക് പോരുവാണെങ്കിൽ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ HDFC ബാങ്ക് 1600 നിൽക്കുകയാണ്. ഞാനിത് റെക്കമെൻഡേഷൻ ഒന്നും പറയുന്നില്ല, ഞാൻ എക്സാമ്പിൾ പറയുന്നതാണ്. ഇപ്പോൾ 1600 HDFC ബാങ്ക് നിൽക്കുകയാണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ അത് 1600 അത് 1900 വരെയും പോയ സ്റ്റോക്കും പിന്നെ കുറേ കാലമായിട്ട് കൺസോൾട്ടേഷൻ ചെയ്യുന്ന സ്റ്റോക്കുമാണ്, നല്ലൊരു കമ്പനിയാണ്. അപ്പോൾ 1600 വാങ്ങുന്നതിന് പകരം ഇപ്പം നല്ല രീതിയിൽ ഫണ്ടിൽ നല്ല ക്വാണ്ടിറ്റി 500 ക്വാണ്ടിറ്റിക്ക് മുകളിലൊക്കെ വാങ്ങേണ്ട ഒരാളാണെങ്കിൽ അതിൻ്റെ വേണമെങ്കിൽ മാർക്കറ്റ് തിരിയാൻ സമയമായോ എന്ന് നമുക്കൊരു ഐഡിയ ഇല്ലെങ്കിൽ ഇപ്പോൾ 1600-ൻ്റെയോ അല്ലെങ്കിൽ 1550 1500-ൻ്റെ പുട്ട് ഓപ്ഷൻ പോയിട്ട് സെല് ചെയ്യാം. മാർക്കറ്റ് എന്നിട്ട് ആ ലെവലിലേക്ക് വരുവാണെങ്കിൽ നമുക്കത് ഡെലിവറി എടുക്കുക. അപ്പോൾ നമുക്ക് ആ പ്രീമിയം കൂടെ കിട്ടി. ഇപ്പോൾ 1500-ലേക്ക് വരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആ പ്രീമിയം ഒരു 30 രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ 1500-ലും താഴെ 1470 നമുക്ക് ഡെലിവറി എഫക്റ്റീവ് പ്രൈസ്. അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം ഈ ഓപ്ഷൻസ്. അതല്ലെങ്കിൽ മാർക്കറ്റ് ഇപ്പോൾ 1550 1600 ഇപ്പോൾ കിടക്കുന്ന സാധനം നമ്മൾ 1550 പുട്ട് സെല് ചെയ്തിട്ട് അങ്ങോട്ട് വരാതെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ 1650 പോവുകയാണെങ്കിൽ നമുക്ക് പിന്നെ വാങ്ങിക്കണമെന്ന് തോന്നുവാണെങ്കിലും 1650 വാങ്ങുമ്പോൾ നമുക്ക് ഈ ഒരു 30 രൂപ എക്സ്ട്രാ ഒരു ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ എഫക്റ്റീവ് പ്രൈസ് 1620 ആവും. അപ്പോൾ അങ്ങനെ ഓപ്ഷൻസ് ഒരു ടൂളായിട്ട് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സും ഓപ്ഷൻസ് ഒരു ടൂളായിട്ട് യൂസ് ചെയ്യുക. ഓപ്ഷൻസ് ക്രിയേറ്റ് ചെയ്ത് തന്നെ അതിനുവേണ്ടിയാണ് ഓപ്ഷൻസ് ക്രിയേറ്റ് ചെയ്തത്. പക്ഷേ സാറിനെ പോലുള്ള ഒരു എക്സാമ്പിൾ ഒക്കെ നിൽക്കുമ്പോൾ എല്ലാവർക്കും ബൈ ചെയ്യണം. എനിക്ക് ഷിജു സാറാണ് ബൈയിങ്ങിൽ കേരളത്തിൽ ഒരു ഓളം ഉണ്ടാക്കിയത്. ഞാൻ പറയുന്ന കാര്യമുണ്ട്, ഷിജു സാറ് എക്സാമ്പിൾ അല്ല, സ്പെഷ്യൽ കേസാണ് ഭയങ്കര പൈസ വരെ ആൾക്കാരുണ്ട്. അല്ല ഓക്കെ, എന്നാലും നമ്മൾ റെഗുലർ കാണുന്ന ആളുള്ള ഒരു സ്പെഷ്യൽ കേസാണ്. അപ്പോൾ നോർമൽ പീപ്പിൾസിന് എപ്പോഴും എടുത്ത് എക്സാമ്പിളാക്കി എനിക്ക് അതേപോലെ ആകണം എന്ന് ചെയ്യുകയാണെങ്കിൽ ഷിസാർ ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്. ഷിസാർ ഇത്രയും പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഈ 10 വർഷം ഷിസാർ ചെയ്ത ഹാർഡ് വർക്ക്, എത്ര മണിക്കൂർ ഒരു ദിവസം ഇതിനു വേണ്ടി എഫേർട്ട് ഇട്ടു, അവിടെയാണ് ആൾക്കാർ കാണാത്ത ഒരു കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും ആ ഒരു ഇപ്പോഴത്തെ സ്റ്റേജ് മാത്രമാണ്. എല്ലാവർക്കും പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യണം, അരമണിക്കൂർ പോലും മാർക്കറ്റിൽ എഫേർട്ട് ഇടാൻ പറ്റില്ല. ജസ്റ്റ് ഒരു നാരോ പറയാമോ, ഇത്ര നാളായിട്ട് എത്ര മണിക്കൂർ വെച്ച് സ്പെൻഡ് ചെയ്യാറുണ്ട്, ഇപ്പോഴും എത്ര ടൈം മാർക്കറ്റ് കഴിയുമ്പോൾ ഇരിക്കാറുണ്ട്? ഇപ്പോഴും ഫുൾ ടൈം മാർക്കറ്റ് അവേഴ്സിൽ ഞാനിത് ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ ഡെയിലി റുട്ടീൻ അടക്കം എല്ലാം മാർക്കറ്റ് ഫോക്കസ്ഡ് ആണ്. അതായത് ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നതും എക്സർസൈസ് ചെയ്യുന്നതും മൈൻഡും ബോഡിയൊക്കെ ക്ലിയർ ആയിട്ട് വെക്കുന്നതും എല്ലാം എനിക്കൊരു ട്രേഡറായിട്ട് നിലനിൽക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ്. ആ ഒരു പിന്നെ റീഡിങ്, എൻ്റെ റീഡിങ്ങും അല്ലെങ്കിൽ റീഡിങ്ങല്ല, ഞാൻ കൂടുതലും ഓഡിയോ ബുക്സും ഓഡിയോ പോഡ്കാസ്റ്റുമാണ് ചെയ്യുന്നത്. അപ്പോൾ ന്യൂസുകൾ അല്ലെങ്കിൽ പോഡ്കാസ്റ്റുകൾ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളതെല്ലാം മാർക്കറ്റ് റിലേറ്റഡ് ന്യൂസുകൾ, മാർക്കറ്റ് റിലേറ്റഡ് ഇൻഫർമേഷനും അതൊക്കെയുള്ള പോഡ്കാസ്റ്റുകളും അതൊക്കെയുള്ള യൂട്യൂബ് വീഡിയോസുമാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ അതെല്ലാം വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യും. എന്നിട്ട് ട്രേഡിങ്ങിൻ്റെ ഇടയ്ക്ക് തന്നെ പെട്ടെന്ന് വേറൊന്നും ചെയ്യാനില്ലാത്ത സമയത്ത് അല്ലെങ്കിൽ മാർക്കറ്റ് ഡള്ളാണെങ്കിൽ ആ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കും. അതിനുശേഷം മാർക്കറ്റ് ടൈം കഴിഞ്ഞ് ഡേറ്റ എല്ലാം പുൾ ചെയ്യും, അതെല്ലാം അനലൈസ് ചെയ്യും. നമുക്ക് NSE സൈറ്റിൽ തന്നെ അത്യാവശ്യം ഡേറ്റ എല്ലാം കിട്ടും. ഈ ഡേറ്റ എല്ലാം പുൾ ചെയ്യും, ഇതെല്ലാം അനലൈസ് ചെയ്യും, ചാർട്ട് പഠിക്കുമ്പോൾ പഴയ ചാർട്ടുകളൊക്കെ പോയി നോക്കും. ഇപ്പം നമുക്ക് ബജറ്റ് വരുവാണ്, അടുത്ത ആഴ്ച ബജറ്റ് വരുവാണ്. ബജറ്റ് വരുന്നതിന് മുമ്പ് ഞാൻ ചെയ്യുന്നത് വെച്ചാൽ എല്ലാ വർഷവും ചെയ്യുന്നതാണ്. കഴിഞ്ഞ ഒരു 2010 മുതലുള്ള എല്ലാ ബജറ്റിൻ്റെയും ഇൻഫർമേഷന്, എല്ലാ ബജറ്റിൻ്റെയും പ്രീ ബജറ്റ് മൂവ്മെൻറ്റ്, പോസ്റ്റ് ബജറ്റ് മൂവ്, ബജറ്റ് മൂവ്, ഇതെല്ലാം അനലൈസ് ചെയ്യും, സ്റ്റഡി ചെയ്യും. അതിന് മുമ്പ് ട്രെൻഡ് എങ്ങനെയായിരുന്നു, ആ സമയത്ത് എങ്ങനെയായിരുന്നു, അതിലെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, അതെല്ലാം നോക്കും. അതിന് പുറമെ ഇത്തവണ ഞാൻ ചെയ്തൊരു കാര്യം കൂടെ ഉണ്ട്. ഇത്തവണ ഞാൻ സെൻസെക്സിൻ്റെ ഹിസ്റ്ററി ഒരു 1990s തൊട്ട് നമുക്ക് ബാർ ചാർട്ടുണ്ട്. ബാർ ചാർട്ട് എന്ന് പറയുന്നത് ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടുണ്ട്. അപ്പോൾ ആ ടൈം മുതലുള്ളത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഇനിയിപ്പോൾ അടുത്ത ഒരാഴ്ച കൊണ്ട് ഞാനത് നോക്കി ആ ടൈമിൽ അതിനുവെച്ചാൽ ആ സമയത്തൊക്കെ ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം 1991 ബജറ്റിൽ ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള കുറേ ഡിസിഷൻസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു ഇൻറ്റ്യൂഷനുണ്ട്, ശരിയാണോന്നറിയില്ല, ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷമൊക്കെ ഒരു ബജറ്റിൽ അങ്ങനെ ഒരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ചില തീരുമാനങ്ങളൊക്കെ വരാം എന്നെനിക്ക് തോന്നുന്നുണ്ട്. കാര്യം വെച്ചാൽ ഗവൺമെൻറ്റിനെ
അതിഭയങ്കരമായിട്ട് ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. ആ ഫേസ് തന്നെ പോയിരിക്കുകയാണ്. അവർക്ക് ആ ഒരു കോർപ്പറേറ്റ് ടാക്സ് കട്ട് ചെയ്തതുപോലെ ആ രീതിയിലുള്ള എന്തെങ്കിലും ഒരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ളൊരു ഈ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ പഴംപൊരിക്ക് GST വന്ന കാര്യമാണ് പബ്ലിക് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, അങ്ങനൊരു ചേഞ്ചസ് അവർ ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം ബജറ്റിൽ കൊണ്ടുവരും എന്ന് എനിക്ക് ഭയങ്കര ഇൻഡ്യൂഷനുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ ഒരു ഇൻഡ്യൂഷൻ ഉള്ളപ്പോൾ അങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ എങ്ങനെ റിയാക്ട് ചെയ്യണം, മാർക്കറ്റ് എങ്ങനെ ഇതിനു മുമ്പ് അങ്ങനെയുള്ള സമയങ്ങളിൽ റിയാക്ട് ചെയ്തു, അപ്പോൾ ഏതായിരിക്കും ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള അപ്രോച്ച് എന്നുള്ളത് ഞാൻ നോക്കി വെക്കുന്നതിന് വേറെ ചിലവൊന്നുമില്ലല്ലോ. നമ്മുടെ നോളജും ഇൻഡ്യൂഷനും അല്ല, നമ്മുടെ നോളജും നമ്മുടെ ഒരു ഇൻസൈറ്റും കൂടുന്നല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ അത് വന്നില്ലെങ്കിൽ വരാത്ത പോലെ നമ്മൾ ചെയ്യാം. ഇപ്പോൾ ഞാനിതെല്ലാം നോക്കി പഠിച്ചു വെച്ചിട്ട് ഇത് വന്നില്ല എന്ന് വെച്ചിട്ട് ഞാൻ നിരാശനാകേണ്ട കാര്യമില്ല. വന്നില്ലെങ്കിൽ എന്താണോ വരുന്നത് അനുസരിച്ച് ട്രേഡ് ചെയ്യാം. അതേസമയം ഞാനിതൊന്നും നോക്കിയില്ല, ഇങ്ങനൊരു സംഭവം വന്നു, ആ സമയത്ത് ഞാൻ സ്റ്റണ്ടായി പോകും. മാർക്കറ്റ് ഭയങ്കര വൈൽഡ് ആവും. അത് ഇറ്റ് വിൽ ഗോ ഓൾ ഓവർ ദ പ്ലേസ്. ഞാനിങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാതെ പഴം പിഴിഞ്ഞ പോലെ ഇരിക്കും. ആ സമയത്തൊന്നും ചെയ്യാൻ പറ്റില്ല. അതേസമയം പ്രിപ്പയർ ചെയ്ത് വെക്കുവാണെങ്കിൽ ഓപ്പർച്യൂണിറ്റി വരുവാണെങ്കിൽ എനിക്കത് യൂട്ടിലൈസ് ചെയ്യാം. വെൻ ഓപ്പർച്യൂണിറ്റി മീറ്റ്സ് പ്രിപ്പറേഷൻ മീറ്റ്സ് ഓപ്പർച്യൂണിറ്റി, ദാറ്റ് ഇസ് കോൾഡ് ലക്ക് എന്ന് പറയല്ലേ. അപ്പം നമ്മുടെ പ്രിപ്പറേഷൻ നമ്മൾ എപ്പോഴും ചെയ്ത് വെക്കണം. ആ ഒരു കാര്യം ഞാൻ എപ്പോഴും ചെയ്ത് അപ്പം ഈ ഒരു രീതിയിൽ എൻ്റെ ഡെയിലി റുട്ടീൻ അടക്കം എല്ലാം മാർക്കറ്റിന് റിലേറ്റഡ് ആണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ ആൾക്കാർ വിചാരിക്കും ഓക്കെ ഇങ്ങനെ ജീവിക്കാനാണ് പിന്നെ പൈസ ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് ആലോചിക്കും ട്രേഡ് ചെയ്തിട്ട്. പക്ഷേ അതിൽ വിചാരിച്ചാൽ ഞാൻ വർക്ക് ചെയ്യുകയല്ല, എൻ്റെ പാഷനാണത്. ഇപ്പം ഞാനിപ്പോൾ ഒരു ദിവസം മാർക്കറ്റിലിപ്പോൾ 12 hours 15 hours സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാലും ഞാനവിടെ വർക്ക് ചെയ്യുകയല്ല. ഞാനവിടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് അതിൻ്റെ സ്ട്രെയിൻ ഉണ്ടാവും, സ്ട്രെസ് ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. എനിക്ക് ഭയങ്കര പാഷനും ഇഷ്ടമുള്ള കാര്യമാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കതൊരു വർക്കായിട്ട് തോന്നില്ല. എൻ്റെ ഒരു ഹോബി അല്ലെങ്കിൽ എനിക്കൊരു എൻ്റർടൈൻമെൻറ്റ്, എൻഗേജ്മെൻറ്റ് അങ്ങനെയൊക്കെ ഞാൻ കാണുള്ളൂ. ഇപ്പോൾ വേറൊരാൾക്ക് ഈ സ്ഥിതിയിലേക്ക് വരണമെങ്കിൽ ആസ് ലോങ് ആസ് ഹീ ഈസ് നോട്ട് പാഷനേറ്റ് അബൌട്ട് ഇറ്റ്, ഹീ വിൽ നോട്ട് ബി ഏബിൾ ടു ഡു ഇറ്റ്. ഇപ്പോൾ വേറൊരാൾ ഓക്കെ എനിക്ക് പൈസ ഉണ്ടാക്കണം സ്റ്റോക്ക് മാർക്കറ്റിൽ എന്ന് പറഞ്ഞിട്ട് അതിനുവേണ്ടി മാത്രം ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഒരു മാസം അല്ലെ 2 മാസം അല്ലെ 1 വർഷം ഇത്ര ഹാർഡ് വർക്ക് ചെയ്യും. അതിന് ശേഷം മുന്നോട്ട് പോകാൻ പറ്റില്ല. എനിക്ക് അന്നും ഇന്നും പോകാൻ പറ്റുന്നതിൻ്റെ കാര്യം വെച്ചാൽ എൻ്റെ പാഷൻ ഇതാണ്. ഇപ്പോൾ എനിക്കങ്ങനെ വേറെ അധികം കാര്യങ്ങളൊന്നും ചെയ്യാല്ല. ഞാൻ പാട്ട് പാടില്ല, അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കില്ല, ക്രിക്കറ്റ് കളിക്കില്ല. മീൻസ് ഫുട്ബോളും ക്രിക്കറ്റൊക്കെ കാണും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് കഴിവില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിവില്ലെങ്കിൽ പക്ഷേ എനിക്ക് കഴിവുള്ള ഒരു കാര്യം ഇവിടെ ഉണ്ട്. ഞാനതിൽ ഫോക്കസ് ചെയ്യുമ്പോൾ അതിലെനിക്ക് എൻഗേജ്മെൻറ്റ് കിട്ടും, എനിക്ക് സന്തോഷം കിട്ടും. അപ്പോൾ ഞാനതാണ് ചെയ്യുന്നത്, ഞാൻ വർക്ക് ചെയ്യല്ല. അവിടെയാണ് ബാക്കിയുള്ളവരത് മനസ്സിലാക്കേണ്ടത്, വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. സാർ ക്യാൻഡിൽസിനൊക്കെ എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? അതായത് ഞാൻ ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടാണ് എപ്പോഴും നോക്കുന്നത്. ക്യാൻഡിൽസിന് ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്, അത് നോക്കാറുണ്ട്. അതായത് റിവേഴ്സൽ ക്യാൻഡിൽസ് എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ പാറ്റേൺസ് ഒരു പരിധി കൂടെ ഞാൻ ഫോളോ ചെയ്യാറില്ല, പക്ഷേ ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. ഇപ്പോൾ റിവേഴ്സൽ എൻഗൾഫിംഗ് പാറ്റേൺ ഒക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ പലപ്പോഴും വർക്ക് ചെയ്യും, പലപ്പോഴും വർക്ക് ചെയ്യില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ക്യാൻഡിൽസിൻ്റെ കേസ് പറഞ്ഞപ്പോൾ നമ്മൾ സംസാരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ റീസെൻറ്റ് ഇയേഴ്സായിട്ട് അല്ലെങ്കിൽ ലാസ്റ്റ് 5 to 8 years ആയിട്ട് റീറ്റെയിലേഴ്സ് അല്ലെങ്കിൽ ലാസ്റ്റ് 20 years ആയിട്ട് മോണിറ്റേഴ്സും കമ്പ്യൂട്ടേഴ്സും ഇത്രയൊക്കെ വന്നപ്പോഴാണ് ചാർട്ടുകളും പാറ്റേൺസും ഒക്കെ റീറ്റെയിലേഴ്സ് ഇത്രയും കാണാനായിട്ടൊക്കെ തുടങ്ങിയത്. അതിൽ തന്നെ ഇപ്പോൾ റീസെൻ്റായിട്ട് ട്രെൻഡുകൾ മാറാണ്. ഇപ്പോൾ പലരും സ്മാർട്ട് മണി കൺസെപ്റ്റ്, ICT, മാർക്കറ്റ് പ്രൊഫൈൽ, ഓർഡർ ഫ്ലോ, ബുക്ക് മാപ്പ് തുടങ്ങിയ ലേറ്റസ്റ്റ് ടെക്നിക്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റീറ്റെയിലേഴ്സ് എവിടേക്കോ നോളജ് ഉണ്ടാക്കി വരുന്നുണ്ടെങ്കിലും മാർക്കറ്റിൻ്റെ ഡൈനാമിക്സ് അതനുസരിച്ച് ടഫർ ആവുന്നത് അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പുതിയ കാര്യങ്ങൾ സാറ് പഠിക്കാറുണ്ട്. അപ്പോൾ എത്രമാത്രം ഇതൊക്കെ പഠിച്ചിട്ട് അഡോപ്റ്റ് ചെയ്യാറുണ്ട്? ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ അതിലെ ലോജിക്ക് മാത്രമേ അഡാപ്റ്റ് ചെയ്യാറുള്ളൂ. ഇപ്പോൾ ഞാനൊരു ഇൻഡിക്കേറ്റർ പഠിച്ചു കഴിഞ്ഞാൽ ആ ഇൻഡിക്കേറ്ററിന് ക്രിയേറ്റ് ചെയ്തതിൻ്റെ ലോജിക്ക് എന്താണെന്ന് വായിച്ച് പഠിച്ചിട്ട് ആ ലോജിക്ക് അഡാപ്റ്റ് ചെയ്യും, ഇൻഡിക്കേറ്റർ അഡാപ്റ്റ് ചെയ്യില്ല. അപ്പോൾ അതെൻ്റെ ഒരു നോളജ് ബേസിലുണ്ടാവും. നമ്മുടെ ഒരു ഡിസിഷൻ അല്ലെങ്കിൽ നമ്മുടെ പെട്ടെന്നൊരു ഇൻഡ്യൂഷൻ ഉണ്ടാകുമ്പോൾ ആ ഇൻഡ്യൂഷൻ്റെ പുറകിൽ ഈ നോളജും കൂടെ ഉണ്ടാവും. അതേസമയം ആ ഒരു ഇൻഡിക്കേറ്ററായിട്ട് ഞാൻ യൂസ് ചെയ്യില്ല. ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് മെത്തേഡുള്ളൂ, ബേസിക് ആയിട്ടുള്ള കുറച്ച് മെത്തേഡ്സേ ഉള്ളൂ. അത് ഞാൻ റിഗറസ് ആയിട്ട് ഫോളോ ചെയ്യും. ഇപ്പോൾ ഒരു റീറ്റെയിൽ ട്രേഡർ ഒരാൾ വന്നിട്ട് ഒരു ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി പഠിച്ചു കഴിഞ്ഞിട്ട് അത് യൂസ് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ നോക്കുവാണെങ്കിൽ അത് എത്ര റിഗറസ് ആയിട്ട് ഫോളോ ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമുക്കതിൽ എത്ര ട്രസ്റ്റ് ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. കഴിഞ്ഞ മാസം ഒരു 2 മാസം മുമ്പ് 2-3 മാസം മുമ്പ് ടോക്ക് ഓഫ് ദ ടൗൺ എമംഗ് ദ ട്രേഡേഴ്സ് എന്താണെന്നറിയാമോ? RSI മന്ത്ലി ചാർട്ടിൽ RSI 80 മേളിലോ 90 മേളിലോ അങ്ങനെ എന്തോ ആയിരുന്നു അല്ലേ? മന്ത്ലി ചാർട്ടിൽ RSI, മന്ത്ലി ചാർട്ടിലോ ക്വാർട്ടർലി ചാർട്ടിലോ അങ്ങനെ എന്തോ RSI 80യുടെ എബോവോ അല്ലെങ്കിൽ 90യുടെ എബോവോ എന്തോ ആയിരുന്നു. അത് ഇതിനു മുമ്പ് വളരെ ചുരുക്കം തവണയേ വന്നിട്ടുള്ളൂ. അത് വന്നപ്പോഴൊക്കെ മാർക്കറ്റ് 15% മേളിൽ കറക്റ്റ് ചെയ്തിട്ടുണ്ട്.
അങ്ങനൊരു ടോക്ക് ട്വിറ്ററിൽ പല ആളുകളുടെ അടുത്ത് നിന്ന് ഞാൻ കേട്ടു. ഈ RSI ഫോളോ ചെയ്യുന്നത് എത്ര ആൾക്കാർ, RSI റിഗ്രസ് ആയിട്ട് ഫോളോ ചെയ്ത് ട്രേഡ് ചെയ്യുന്ന എത്ര ആൾക്കാർ ഈ 15% ഗെയിന് വേണ്ടിയിട്ട് മാർക്കറ്റ് ടോപ്പിൽ നിന്ന് ഷോർട്ട് ചെയ്തു. അതായത് ഞാനൊരു മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ആ മെത്തേഡ് ഞാൻ ട്രസ്റ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് ട്രേഡ് ചെയ്യണം, അത് വെച്ചിട്ട് പൈസ ഉണ്ടാക്കണം. പക്ഷേ പലരും ഇതിനെപ്പറ്റി ഇത് ഫോളോ ചെയ്യും, ഇത് റിഗ്രസ് ആയിട്ട് ചാർട്ടിൽ വരച്ചിടും, പക്ഷേ അതനുസരിച്ച് ട്രേഡ് ചെയ്യില്ല. അവിടെയാണ് ഡിഫറൻസ്. നമ്മൾ എത്ര ഇൻഡിക്കേറ്റർ ഫോളോ ചെയ്തെന്നോ അല്ലെങ്കിൽ ഏത് ഇൻഡിക്കേറ്റർ ഫോളോ ചെയ്തെന്നോ അല്ലെങ്കിൽ ഏത് സ്ട്രാറ്റജി ഫോളോ ചെയ്തു എന്നുള്ളതല്ല ഇമ്പോർട്ടൻറ്റ്. നമ്മൾ അവൈലബിൾ ആയിട്ടുള്ളതിൽ നിന്ന് റീസണബിൾ ആയിട്ടുള്ള പിക്ക് ചെയ്യുക. ആ പിക്ക് ചെയ്യുന്നത് നമ്മൾ എങ്ങനെ ഫോളോ ചെയ്യുന്നു, എത്ര റിഗ്രസ് ആയിട്ട് ഫോളോ ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഈ RSI വെച്ചിട്ട് മാത്രം ട്രേഡ് ചെയ്യുന്ന, ഞാൻ യൂസ് ചെയ്യാറില്ല RSI, ഫസ്റ്റ് ഓഫ് ഓൾ ഡിസ്ക്ലൈമർ. RSI മാത്രം ആയിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരാളെടുത്ത് കഴിഞ്ഞാലും ഒരു 100 ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിലൊരു 50 വർക്കാവുള്ളൂ. ആ 50 വർക്കാകുന്നതിൽ ലൂസ് ചെയ്യുന്ന 50 പോകുന്ന ലോസിനേക്കാളും കൂടുതൽ വിൻ ചെയ്യുന്ന 50 കിട്ടുകയും ചെയ്യും. അതിൽ തന്നെ ചിലപ്പോൾ ഒരു 3-4 എണ്ണത്തിൽ എക്സ്ട്രീം പ്രോഫിറ്റും കിട്ടും. പക്ഷേ അത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാൻ ആൾക്കാർക്ക് പറ്റില്ല. ഇപ്പോൾ RSI മാത്രം വെച്ചിട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്കും ചിലപ്പോൾ അത് പറ്റില്ല. അവിടെയാണ് ഡിഫറൻസ്. അതാണ് ഞാൻ എല്ലാവരും പറയുന്നത്, ഏത് സ്ട്രാറ്റജി ഫോളോ ചെയ്ത് കഴിഞ്ഞാലും അത് റിഗ്രസ് ആയിട്ട് ഫോളോ ചെയ്യുക, അതിൽ ട്രസ്റ്റ് ചെയ്യുക, അതനുസരിച്ച് ട്രേഡ് ചെയ്യുക. എനിക്കറിയാം, എനിക്ക് പല ട്രേഡേഴ്സിനെ അറിയാം, ഇവരുടെ ചാർട്ട് നോക്കി കഴിഞ്ഞാൽ മഴവില്ല് പോലെയാണ്. ഒരു ഇങ്ങനെ ലൈന് പിന്നെ ഇങ്ങനെ കുറയണം, പിന്നെ ഇങ്ങനെ കുറയണം, പിന്നെ കുറേ ഫിബോ ലെവൽസ്, പിന്നെ സപ്പോർട്ട് ലെവൽസ്, എന്തൊക്കെയോ എവിടേക്കോ കുറേ ചക്രങ്ങളുണ്ടാവും. ഇതെല്ലാം കഴിഞ്ഞിട്ട് ചാർട്ട് പോലും കാണാൻ പറ്റില്ല. എവിടെ തൊട്ടാലും സപ്പോർട്ട് റെസിസ്റ്റൻസും ആയിരിക്കും. അവരിത് വെച്ചിട്ട് പൈസ ഉണ്ടാകുമെന്ന് വെച്ചാൽ ഇല്ല. ഇത് വെച്ചിട്ട് എവിടെ ട്രേഡ് എടുക്കാനാണ്? അപ്പോൾ നമ്മൾ ഈ കണ്ടതൊക്കെ ഫോളോ ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ റീസണബിളായിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്ത് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു ഒരെണ്ണം പിക്ക് ചെയ്യുക, അത് റിഗ്രസ് ആയിട്ട് ഫോളോ ചെയ്യുക. അത് റിഗ്രസ് ആയിട്ട് ഫോളോ ചെയ്യുമ്പോൾ അത് എവിടെ വർക്ക് ചെയ്യും, എവിടെ വർക്ക് ചെയ്യില്ല, എങ്ങനെ വർക്ക് ചെയ്യും നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഒരാഴ്ച അത് യൂസ് ചെയ്തിട്ട് വേറെ യൂസ് ചെയ്യാൻ പോകും, അത് കഴിഞ്ഞിട്ട് അടുത്തതിലേക്ക് പോകും. അങ്ങനെ പോയിട്ടൊരു കാര്യമില്ല. ഞാൻ ഈ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് പറയാനുണ്ട്, മാർക്കറ്റ് ലൂപ്പ് എന്ന് പറയേണ്ട ഒരു ട്രേഡറിൻ്റെ ആദ്യം ഒരു ക്ലാരിറ്റി ഇല്ലാതെ വരുന്നു, ചിലപ്പോൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് അത് മനസ്സിലാക്കി കഴിയുമ്പോൾ ഒരു സാധനം എക്സിക്യൂട്ട് ചെയ്യുന്നു, അതിൻ്റെ വിന്നിങ് റേറ്റ് കുറയുന്നു, ആഫ്റ്റർ ദാറ്റ് സ്വന്തമായിട്ട് കുറേ കാര്യങ്ങൾ പഠിക്കുന്നു. ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ഇൻഫർമേഷൻ ഓവർലോഡായിട്ട് ഇതൊന്നും വേണ്ട, എനിക്ക് ലാസ്റ്റ് ആ ക്ലാരിറ്റി വരുമ്പോൾ എനിക്ക് വേണ്ടത് ഒരു റിസ്ക് റിവാർഡും മണി മാനേജ്മെൻറ്റും പൊസിഷൻ സൈസുമാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു നിമിഷം. അതാണ് ശരിക്കും ഒരു ട്രേഡറിൻ്റെ യുറേക്ക മൂമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിന്നിങ് റേറ്റ്, റിസ്ക് റിവാർഡ്, മണി മാനേജ്മെൻറ്റ്, ഇത് മൂന്നും കൃത്യമായിട്ട് എല്ലാ ട്രേഡറും ഫോക്കസ് ചെയ്താൽ മാത്രമേ വിജയിക്കത്തുള്ളൂ. ഒരു ഓപ്ഷൻ ബയറിന് ഞാൻ മനസ്സിലാക്കിയ ഡാറ്റ വെച്ചിട്ട് ഒരു ഓപ്ഷൻ ബയറിൻ്റെ വിന്നിങ് റേറ്റ് എന്ന് പറയുന്നത് 50 മുതൽ 55% വരെയാണ്. അതൊക്കെ എക്സ്ട്രീം കേസാണ്. എനിക്കൊന്നും എൻ്റെയൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 40% ഉണ്ടാവുള്ളൂ. അപ്പോൾ റിസ്ക് റിവാർഡ് മാത്രമാണ് അതിനെ കവർ ചെയ്ത് തരുന്നത്. റൈറ്റ്. അപ്പോൾ ഈ വിന്നിങ്, സാറ് നേരത്തെ പറഞ്ഞ കാര്യത്തിൽ ഞാനപ്പോൾ ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ ആയിരുന്നു, വിന്നിങ് പെർസെൻറ്റേജ് കൂട്ടുകയല്ല നമ്മൾ ചെയ്യേണ്ടത്, വിൻ ചെയ്യുന്നതിൻ്റെ പ്രോഫിറ്റ്സ് കൂട്ടുകയാണ് ചെയ്യുന്നത്. അതാണല്ലോ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. റൈറ്റ്. അതെ, റൈറ്റ്. ഇത് എങ്ങനെയാണ് സാധാരണക്കാർക്ക് അഡോപ്റ്റ്? ഇറ്റ്സ് ഓൾ അബൌട്ട് ഹൗ ലെസ് യു ലൂസ് വെൻ യു ആർ റോങ് ആൻഡ് ഹൗ മച്ച് മോർ യു മേക്ക് വെൻ യു ആർ റൈറ്റ്. അതാണ് ഇമ്പോർട്ടൻറ്റ്. അതിലാണ് ഞാൻ പറഞ്ഞത്, നമ്മളൊരു സ്ട്രാറ്റജി പിക്ക് ചെയ്തിട്ട് അത് ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട് ഫോളോ ചെയ്യുമ്പോൾ നമുക്കതിൽ കോൺഫിഡൻസ് വരും. അത് എങ്ങനെ വർക്ക് ചെയ്യും, ഏത് എക്സ്റ്റെൻറ്റിൽ വർക്ക് ചെയ്യും, എപ്പോഴൊക്കെ ഏത് മാഗ്നിറ്റ്യൂഡിൽ പോകും എന്നുള്ളത് നമുക്ക് ഒരു മെത്തേഡ് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്താലേ പറ്റുള്ളൂ. നമ്മൾ പല കാര്യങ്ങൾ ഫോളോ ചെയ്യും, പലതും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴേക്കും എല്ലായിടത്തും റെസിസ്റ്റൻസ്, എല്ലായിടത്തും സപ്പോർട്ട്, ഇവിടെ എക്സിറ്റ്, അവിടെ എക്സിറ്റ്, നമുക്കിത് നടക്കില്ല. അത് തന്നെ നമുക്ക് ആ ഒരു മെൻ്റൽ ക്ലാരിറ്റിയും കിട്ടില്ല. നമ്മൾ ഒരു കാര്യം തന്നെ കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ട്, ദ വൺ തിങ് എന്ന് പറഞ്ഞിട്ട് ബുക്ക് തന്നെയുണ്ട്. അതിൽ പറയുന്നുണ്ട്, നമ്മളിപ്പം ആ ഒരു വലിയൊരു ബുക്കാണ്, ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ബെസ്റ്റ് സെല്ലർ ആയിട്ടൊരു ബുക്കാണ്. ആ ബുക്കിൽ പറയുന്നത്, നമ്മളിപ്പോൾ ലൈഫിൽ സക്സസ്ഫുൾ ആകാനുള്ള ഒരേ ഒരു മെത്തേഡാണ്, ഒരേ മെത്തേഡ് എന്നല്ല പറയുന്നത്, ഏറ്റവും നല്ല മെത്തേഡാണ് ദ വൺ തിങ്. വൺ തിങ് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഫോക്കസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ജോബ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഫോക്കസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിൽ ഫോക്കസ് ചെയ്യുക. അതായത് വൺ തിങ്, ആ വൺ തിങ് എങ്ങനെ ബെറ്റർ ആക്കാൻ നോക്കുക, അതിൻ്റെ ഏറ്റവും വലിയ എക്സ്പേർട്ട് ആണ്. അതിൽ ഏറ്റവും വലിയ എക്സ്പേർട്ട്. സാർ പറഞ്ഞില്ലേ, ബൈയിൽ സാർ ഒരുപാട് കാര്യങ്ങൾ നോക്കാറുണ്ട്, അതിൽ ജീവിക്കുകയാണെന്ന് തന്നെ പറഞ്ഞു. പക്ഷേ നമ്മളിപ്പോൾ മാർക്കറ്റ് ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ മെയിനായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഒരു കാര്യം ഉണ്ടാവില്ലേ, അതെന്താണ് സാറിൻ്റെ സീക്രട്ട് എന്ന രീതിയിൽ? സീക്രട്ട് പറയാന്നല്ല ഞാൻ പറഞ്ഞത്, മെയിനായിട്ട് സാറ് നോക്കുന്നത് ഇതിലാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്, പക്ഷേ ഇതൊക്കെ ഞാൻ ആഡ് ഓൺ ചെയ്യുന്നുണ്ട് എന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും? മീൻസ് ടെക്നിക്കലാണോ, ഫണ്ടമെൻ്റലി ആണോ, അല്ലെങ്കിൽ എന്തായിരിക്കും അത്? ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, മാർക്കറ്റിൻ്റെ മൂവിൽ നല്ല ബ്രേക്ക് ഔട്ടുകളാണ് ഞാൻ എപ്പോഴും നോക്കുന്നത്. നല്ല ബ്രേക്ക് ഔട്ടാണ്. നല്ല ബ്രേക്ക് ഔട്ട്, പ്രോപ്പറായിട്ട് ബ്രേക്ക് ഔട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് പോകുന്ന മൂവ് ഭയങ്കര
ഫിയേഴ്സ് ആയിരിക്കും. അപ്പോൾ അതിൽ ലോജിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് ഔട്ട് ഈസ് ആൻ എക്സെപ്ഷൻ, റിവേഴ്സൽ ഈസ് ദ നോം. അങ്ങനെ കേട്ടിട്ടുണ്ടോ? അപ്പോൾ അത് പറയുന്നത് വെച്ചാൽ മാർക്കറ്റ് നോർമലായിട്ടൊരു സപ്പോർട്ടിൽ അല്ലെങ്കിൽ റെസിസ്റ്റൻസിൽ പോവുകയാണെങ്കിൽ യൂഷ്വലായിട്ട് വരുന്നത് റിവേഴ്സലാണ്. ഇപ്പം നമുക്ക് ഇവിടെ ഒരു സപ്പോർട്ടുണ്ട്, മാർക്കറ്റ് അവിടെ വന്നു, അത് ഹിറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ റിവേഴ്സ് ചെയ്യും, അല്ലെങ്കിൽ അതിൽ നിന്ന് കുറച്ചുകൂടെ താഴെ പോയിട്ട് പെട്ടെന്ന് റിവേഴ്സ് ചെയ്യും. അതൊരു നോർമലായിട്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ അവിടെ വരുമ്പോഴേക്കും ആൾക്കാരൊക്കെ ലോങ് എടുക്കും, ആളുകളൊക്കെ ലോങ് ആയിരിക്കും. അപ്പോൾ എനിക്കും ലോങ് എടുക്കുന്നത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ പിന്നെ അതിലേക്ക് കിട്ടുന്ന ഒരു എക്സിറ്റ് എനിക്ക് ഡിഫൈൻ ചെയ്യാൻ പലപ്പോഴും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. അതെൻ്റെ ഒരു വീക്ക്നെസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ചെയ്യുന്നു. അവിടുന്ന് ഷോർട്ട് ചെയ്യാനാണെങ്കിൽ എനിക്ക് വലിയ കുഴപ്പമില്ല. അവിടുന്ന് സ്റ്റോപ്പ് ലോസ് ഭയങ്കര ഈസിയാണ്. അതിന് മേളിൽ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, ബ്രേക്ക് ഔട്ട് ചെയ്ത് അതിന് മേളിൽ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ലോസ് ആണ്. താഴേക്ക് വരുമ്പോൾ എത്ര പ്രോഫിറ്റ് എടുക്കാം, എവിടെ ഇറങ്ങണമെന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ പലപ്പോഴും അത് താഴെ വന്നിട്ട് അവിടെ കൺസോൾട്ടേറ്റ് ചെയ്യും. ഒരു ഓപ്ഷൻ ബയർ എന്നുള്ള രീതിയിൽ പലപ്പോഴും പ്രീമിയം ലൂസാണ് അവിടെ ഉണ്ടാകുക. അതുകൊണ്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ബ്രേക്ക് ഔട്ട് എക്സെപ്ഷൻ ആയതുകൊണ്ട് തന്നെ ഇതിവിടെ വന്നിട്ട് ആ ഒരു ലൈനിലെത്തുമ്പോഴേക്കും ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ അവിടെ ഷോർട്ട് ചെയ്യും. ഇവിടുന്ന് അത് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫേക്ക് ബ്രേക്ക് ഔട്ട് ഒത്തിരി വരാറുണ്ട്. പലരും ആവറേജും ചെയ്യും. പക്ഷെ അത് പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്ത് അവിടെ നിന്ന് കഴിഞ്ഞാൽ അവിടുന്ന് വരുന്ന മൂവ് ഭയങ്കര അടിപൊളിയായിരിക്കും. അതിനൊരു ഞാൻ അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ അവിടെ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 100 തവണ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ 2-3 തവണ ഈ ഓപ്പർച്യൂണിറ്റി കിട്ടുള്ളൂ. ബാക്കിയുള്ളപ്പോഴൊക്കെ ഇത് ഓപ്പോസിറ്റ് ആയിരിക്കും വരുന്നത്. അതായത് ഈ റെസിസ്റ്റൻസിലും സപ്പോർട്ടിലും ഷോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ലോങ് പോകുന്ന ആൾക്കാർ റിവേഴ്സലിനോട് വേണ്ടി പ്ലേ ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ 90% ഓഫ് ദ ടൈം അവർ റൈറ്റ് ആയിരിക്കും. അതേസമയം ബ്രേക്ക് ഔട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ബ്രേക്ക് ഔട്ടിൽ ട്രേഡ് ചെയ്യുന്ന ഞാൻ ചിലപ്പം 10 ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അത് ചിലപ്പം 5 തവണ റോങ് ആയിരിക്കും, 5 തവണ റൈറ്റ് ആയിരിക്കും. പക്ഷേ ഞാൻ ഈ 5 തവണ റൈറ്റ് ആകുന്ന ടൈമിൽ കിട്ടുന്ന പ്രോഫിറ്റ് ഈ 90 ട്രേഡ്സിൽ ബാക്കിയുള്ളവരുണ്ടാക്കിയ പ്രോഫിറ്റിനേക്കാളും കൂടുതലായിരിക്കും. അങ്ങനെ ഓപ്പർച്യൂണിറ്റീസാണ് ഞാൻ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്പർ ഓഫ് ട്രേഡ്സ് എല്ലാ ദിവസവും എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു ട്രേഡെങ്കിലും ഉണ്ടാവും. അതെല്ലാം ചെറിയ ചെറിയ ട്രേഡ്സ് ആയിരിക്കും. പക്ഷേ ഇങ്ങനെ വലിയ വലിയ ട്രേഡ്സ് വരുന്നത് ചിലപ്പം ഫുൾ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഞാൻ അത് ഡേ ക്യാപ്പ് വെച്ചിട്ടുണ്ട്. ആ ഡേ ക്യാപ്പ് ഫുള്ള് ഡിപ്ലോയ് ചെയ്യുന്ന ആ ടൈമിലാണ്. അത് ചിലപ്പോൾ അടുപ്പിച്ചടുപ്പിച്ച് വരും. ചിലപ്പോൾ ഒരു മാസത്തിന് ഒരാഴ്ചത്തിന് എനിക്ക് 2-3 വരും. ചിലപ്പോൾ ഒരു മാസത്തിൽ തന്നെ 8-10 ഒക്കെ വരും. ചിലപ്പോൾ ഒരു മാസമൊക്കെ അങ്ങനത്തെ ട്രേഡ് കിട്ടിയില്ലെന്ന് വരും. എനിക്ക് 2020 എനിക്കൊരു 4-5 മാസത്തോളം അങ്ങനത്തെ ട്രേഡ് കിട്ടാതെ ഇരുന്നിട്ടുണ്ട്, 4-5 മാസത്തോളം. അപ്പോഴൊക്കെ ഞാൻ ഈ നല്ല പ്രോഫിറ്റ് വരുമ്പോൾ ആ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എക്സലിൽ സേവ് ചെയ്ത് വെക്കും, ചാർട്ട് സേവ് ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ ആ ടൈമിലൊക്കെ ഞാൻ ഇങ്ങനെ പഴയ പ്രോഫിറ്റ് സ്ക്രീൻഷോട്ടൊക്കെ പോയിട്ട് നോക്കും, ഇതൊക്കെ ഇനി എന്ത് കിട്ടാൻ, ഇത് ഇങ്ങനത്തെ എത്ര മാസങ്ങളായി ഇതുപോലത്തെ ഒരു ഡേ ഒക്കെ കിട്ടിയിട്ടെന്നൊക്കെ ആലോചിക്കും. പക്ഷെ അതിനുശേഷം അങ്ങനത്തെ ടൈം വരുമ്പോഴെങ്കിലും അടുപ്പിച്ച് അങ്ങനെ കിട്ടും. അപ്പോഴേക്കും എനിക്ക് പേടിയാവും, ഇതെന്താ സംഭവിക്കുന്നത്, ഇങ്ങനെയാണ് ഞാൻ എങ്ങോട്ട് പോകുന്നത്. പക്ഷേ അത് അപ്പം തന്നെ തിരിച്ചു ചിലപ്പം കുറച്ച് ദിവസം ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ വരുമ്പോൾ അടുപ്പിച്ച് വരും. സാറിൻ്റെ പ്രോഫിറ്റ് ലോസ് ചാർട്ട് PNLന്റെ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇത് ഇങ്ങനത്തെ ഏരിയാസ് നമുക്ക് പ്രത്യേകമായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നോക്കിയിട്ടുണ്ടോ? ഉണ്ട്. അപ്പോൾ അതിൽ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു കാര്യമുണ്ട്. അത് ഞാൻ കുറേയധികം വിന്നും ലൂസും സൈക്കിളും ബൂം ബസ്റ്റ് സൈക്കിൾ കഴിഞ്ഞിട്ട് ഞാൻ തന്നെ ഫിഗർ ഔട്ട് ചെയ്ത കാര്യമാണ്. വിക്സിലുമായിട്ട് ഹൈലി റിലേറ്റഡ് ആണ്. വിക്സ് ഒരു 13 to 15 ഓക്കെയാണ്. വിക്സ് ഒരു 15 to 18 ആണെങ്കിൽ അതാണ് എൻ്റെ ഏറ്റവും ഹോളി ഗ്രേയിൽ. ആ ടൈമിലേക്ക് ഇഷ്ടംപോലെ ട്രേഡ്സ് നല്ലത് കിട്ടിക്കൊണ്ടേയിരിക്കും. വിക്സ് ഒരു 12 താഴെയാണെങ്കിൽ വളരെ സുഖമായിരിക്കും. ആ സമയത്ത് ഞാൻ ട്രേഡ് ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു. അതായത് ഇപ്പം ഞാനും പറയാറുണ്ട്, എപ്പോഴും എല്ലാ മാർക്കറ്റ് സൈക്കിളും ബയേഴ്സിന് ഫേവറബിൾ അല്ല. പക്ഷേ ബയേഴ്സിനൊരു പ്രശ്നമുണ്ട്, എന്താ പറയുക, ഒരു ലഹരി പോലെ തന്നെയാണ്. രാവിലെ തുടങ്ങുമ്പോൾ ബൈ ചെയ്തില്ലെങ്കിൽ എന്തോ ഒരു പ്രശ്നമാണ്. അപ്പോൾ സാർ അങ്ങനെ ഇപ്പോൾ ഇത് ബയേഴ്സിന് ഫേവറബിൾ അല്ല എന്ന് വിചാരിച്ച് മാറി നിന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു ഡിസിഷൻ മേക്ക് ചെയ്യാൻ? നമ്മളൊക്കെ ഒരു ഹ്യൂമൻ ബീങ് ആകുമ്പോൾ നമുക്കൊക്കെ കുറേ വീക്ക്നെസ് ഉണ്ടാവും. പ്രത്യേകിച്ച് ഒരു ട്രേഡർ ആകുമ്പോൾ ട്രേഡ് ഇല്ലാതിരിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം ഞാനൊരു ഹ്യൂമനാണ്, എനിക്കത് എൻ്റെ വിൽ പവറിനൊരു ലിമിറ്റുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അൺഫേവറബിൾ ആയിട്ടുള്ള മാർക്കറ്റാണെങ്കിൽ ഞാൻ ട്രേഡ് ചെയ്യാൻ അൺഫേവറബിൾ ആണെങ്കിൽ ഞാൻ പോയിട്ട് കുറേ OTM പോയിട്ട് കുറച്ച് ഒരു കോളും പൊട്ടും ചെറിയ ക്വാണ്ടിറ്റി സെല് ചെയ്തിടും. അപ്പോൾ അത് അവിടെ കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ലോസ് വന്നു കഴിഞ്ഞാൽ ചെറിയ ലോസ് വരും, പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാൽ ചെറിയ പ്രോഫിറ്റ് വരും. അത് ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്. ഇനിയിപ്പം അതിനും പറ്റാത്തൊരു മാർക്കറ്റാണ്, മൂവ് ചെയ്യുന്നതാണെങ്കിൽ എനിക്ക് വളരെ ചെറിയ ക്യാപിറ്റൽ ഒരു അക്കൗണ്ട് ഉണ്ട്. ആ അക്കൗണ്ടിൽ പോയിട്ട് ഞാൻ സ്കാൽപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിൽ ലോസ് വന്നു കഴിഞ്ഞാലും ചെറിയ എമൗണ്ട് ലോസ് വരുള്ളൂ, പ്രോഫിറ്റ് വന്നാലും ചെറിയ പ്രോഫിറ്റ് വരുള്ളൂ. പക്ഷെ അതിൻ്റെ ആ ഒരു എർജിനെ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ അത് ആവശ്യമില്ലാത്ത വലിയ ട്രേഡിലേക്ക് പോകാനുള്ളൊരു എർജ് സാറ്റിസ്ഫൈ ചെയ്യും. എനിക്ക് എപ്പോഴും എൻഗേജ്ഡ് ആയിട്ടിരിക്കും, എനിക്ക് എപ്പോഴും മാർക്കറ്റുമായിട്ട് ടച്ചിലിരിക്കാം.
ആ ഒരു ട്രേഡിങ്ങിനുള്ള ഒരു ഇൻസ്റ്റിങ്ക്റ്റ് എപ്പോഴും സാറ്റിസ്ഫൈഡ് ആവുകയും ചെയ്യും. സാർ അത്രയും ക്യാപിറ്റൽ ബാക്കപ്പ് ഉള്ളതുകൊണ്ടല്ലോ അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ ഇല്ലാത്ത സമയത്ത് സാർ എന്തായിരുന്നു ചെയ്തത്? അല്ല ഇപ്പോൾ എത്ര ക്യാപിറ്റലാണെങ്കിലും ഞാൻ പറയുന്നത് തീരെ ചെറിയ ക്യാപിറ്റലാണെങ്കിൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാണ്ടിരിക്കുന്നതാണ് അല്ല, ഉള്ള പൈസ കൂടെ പോകും. അത് യൂണിവേഴ്സൽ ഫാക്ടറാണ്. ഇനിയിപ്പോൾ ഒരു റീസണബിൾ ആയിട്ടുള്ള ക്യാപിറ്റലുള്ള ഇപ്പം ഞാൻ പറയാം ഒരാൾക്ക് 10 lakh അല്ലെ 10 lakh ക്യാപിറ്റലുണ്ട് അല്ലെങ്കിൽ 1 lakh ക്യാപിറ്റലുണ്ട്, അതിനാണ് ട്രേഡ് ചെയ്യുന്നത്. ഈ 1 lakh ഇട്ട് എന്തായാലും എല്ലാ ദിവസവും ചെയ്യാൻ പറ്റില്ലല്ലോ. 1 lakh ക്യാപിറ്റലുള്ള ചില 5,000 ആയിരിക്കും ഒരു ദിവസം ഡിപ്ലോയ് ചെയ്യുന്നത്. അതിലൊരു 1,000 ഇട്ടിട്ട് അല്ലെങ്കിൽ അതിൽ തന്നെ കുറച്ച് മാർജിൻ യൂസ് ചെയ്തിട്ട് വളരെ സേഫ് ആയിട്ടുള്ള, സേഫ് ഇല്ല മാർക്കറ്റിൽ ഒരിക്കലും സേഫ് ഇല്ല, കുറച്ച് റിസ്ക് കുറഞ്ഞ രീതിയിൽ കോളും പുട്ടും വേണമെങ്കിൽ മന്ത്ലി ഓപ്ഷൻസിൽ പോയിട്ട് ഓരോ ലോട്ട് അവിടെ ഇവിടെ സെല് ചെയ്തിട്ടാൽ മതി. നമ്മളൊരു ട്രേഡിലുണ്ടെന്നൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഇതുപോലെ തന്നെ എനിക്ക് ചോദിക്കാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, സാറ് ഇപ്പോൾ ഓപ്ഷൻ ബൈയിൽ സക്സസ്ഫുൾ ട്രേഡറായി, അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു ബിസിനസ് മാൻ ആണെങ്കിൽ അവർ ബിസിനസ് അടുത്ത തലമുറയ്ക്ക് കൊടുത്തിട്ടു. സാറിൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഇപ്പോൾ ഒരു നോളജാണ്. ഈ മാർക്കറ്റ് സൈക്കിൾസ് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വരുന്നതുകൊണ്ട് ഈ നോളജ് ചിലപ്പോൾ സാറിൻ്റെ മകനോ അല്ലെങ്കിൽ ഫാമിലിയിൽപ്പെട്ട വേറെ ഒരാൾക്ക് ഈ നോളജ് പാസ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. നേരെ മറിച്ച് സാർ ഇത്രയും സമയം കൊണ്ട് ഒരു ബിസിനസ്സാണ് ഡെവലപ്പ് ചെയ്തിരുന്നെങ്കിൽ ഇത് കൊടുത്തിട്ട് പോകാമായിരുന്നു, അല്ലെങ്കിൽ സാറിന് അത് അടുത്ത തലമുറയ്ക്ക് കൊടുക്കാം. അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? ഞാനങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ അതിലൊരു ഇപ്പം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് പ്രോപ്പറായിട്ട് കഴിഞ്ഞൊരു 2 വർഷം കൊണ്ട് നടന്ന കാര്യങ്ങളാണ്. എനിക്ക് നല്ലൊരു ഡ്രോ ഡൗൺ 2000 ഡ്രോ ഡൗണും ഡ്രൈ ഫേസും 2023 വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചെയ്ത കാര്യങ്ങളാണ്. ഞാനിതെല്ലാം സ്ട്രക്ചറൈസ് ചെയ്തെല്ലാം ഡിഫൈൻ ചെയ്ത് പ്രോപ്പറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് ഒരാൾക്ക് പഠിക്കാൻ പറ്റും. പക്ഷേ അത് പഠിച്ചു കഴിഞ്ഞാലും വേറെ ആൾക്ക് അത് വെച്ച് ട്രേഡ് ചെയ്താൽ പൈസ ഉണ്ടാക്കണമെന്ന് ഒരു നിർബന്ധമില്ല. പക്ഷേ ഞാൻ ട്രസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. വേറെ ആൾക്ക് ഞാൻ ഈ സ്ട്രാറ്റജി അങ്ങനെ തന്നെ എടുത്തു കൊടുത്തു കഴിഞ്ഞാലും ചിലപ്പോൾ അവർ അത് വെച്ചിട്ട് സക്സസ് ആണെന്ന് ഒരു നിർബന്ധമില്ല, ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് പുതിയൊരു തലമുറ വരുമ്പോൾ അവർക്ക് പാസ് ഓൺ ചെയ്യുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ട്രേഡിങ്ങിൽ. ബിസിനസ്സിലേയും പറഞ്ഞു, ബിസിനസ്സിലേയും അതിൽ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യുന്ന പലരും ഉണ്ട്, പക്ഷേ പലരും ഫെയിൽ ആവുന്നുമുണ്ട്. അപ്പോൾ അത് ഞാൻ നോക്കുന്നത് വെച്ചാൽ ഞാൻ ചെയ്യുന്ന ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട് ട്രേഡിങ്. അപ്പോൾ എൻ്റെ മക്കൾ അവർക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അവർ ഡിസൈഡ് ചെയ്യുക എന്താ ചെയ്യേണ്ടതെന്ന്. മാത്രമല്ല ഇപ്പോൾ സാർ ഇപ്പോൾ ഒരു സിസ്റ്റമാറ്റിക് മെത്തേഡ് ആയിരുന്നുവെങ്കിൽ ഇത് കൊടുക്കാൻ പറ്റുമായിരുന്നു. അതെ, ഇപ്പോൾ നമ്മൾ പഴയ ട്രേഡേഴ്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ വില്യമനയിലൊക്കെ ആണെങ്കിൽ ഫുൾ സാമ്രാജ്യം മക്കൾക്ക് കൊടുത്തിട്ടാണ് പോയത്. നേരെ ജസ്ലി വിൽമോറിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ പുള്ളി മോനെ പോലും പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് അവിടുത്തെ. അപ്പോൾ ഞാൻ ആ ഒരു കൺസെപ്റ്റിലാണ് സംസാരിച്ചത്. ആ ഒരു കൺസെപ്റ്റിൽ മീൻസ് അവർക്ക് എന്തെങ്കിലും പഠിക്കണമെന്ന് ആഗ്രഹം തോന്നുവാണെങ്കിൽ പഠിക്കാനുള്ള രീതിയിൽ ഞാനെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. എനിക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. ഓക്കെ, പക്ഷേ അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈക്കോളജി ആണെങ്കിൽ അവർക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. ആ രീതിയിൽ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഓപ്ഷൻസിന് പകരം സാറ് സ്വിങ്ങോ അല്ലെങ്കിൽ ഇക്വിറ്റി മാത്രമോ അല്ലെങ്കിൽ ലോങ് ടൈം പെർസ്പെക്റ്റീവോ ആയിരുന്നുവെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരുന്നില്ലേ? കുറച്ച് മീൻസ് പാസ് ഓൺ ചെയ്യുന്നത് മാത്രമല്ല, ഇപ്പം ഞാനിപ്പോൾ ഒരു 50 വർഷം അല്ലെങ്കിൽ 20 വർഷം ട്രേഡ് ചെയ്തിട്ട് അത് പാസ് ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി ഞാൻ ചെയ്തിട്ട് എൻ്റെ ലൈഫ് സ്ട്രഗിൾ ചെയ്ത് അല്ലെങ്കിൽ ലൈഫ് ഇച്ചിരി റഫ് പാച്ച് കൂടെ പോകുന്ന രീതിയിൽ പൈസ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അതേസമയം ഞാൻ പാസ് ഓൺ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ പോലും ഈ 20 വർഷം കൊണ്ട് എൻ്റെ ജനറേഷൻസിന് ജീവിക്കാനുള്ള ഉണ്ടാക്കുകയാണെങ്കിൽ അതല്ലേ നല്ലത്. എനിക്ക് വെൽത്ത് പാസ് ചെയ്യാതെ അത് വെച്ചിട്ട് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ലേ? എന്താ പറയുക, സാറിൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇപ്പോൾ നമ്മുടെ ഉള്ളിലുള്ളതൊക്കെ എല്ലാ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പുറത്തേക്ക് എനിക്കൊന്നും പ്ലാൻ ചെയ്ത പലതും എനിക്ക് ചോദിക്കാൻ പറ്റില്ല. സാറിൻ്റെ ആൻസേഴ്സിൽ നിന്നാണ് നമ്മൾ പല ക്വസ്റ്റ്യൻസും കൂടുതലായിട്ട് ചോദിച്ചെന്ന് തോന്നുന്നു. എന്തായാലും മാർക്കറ്റ് ടഫറായിട്ട് വരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാറ് ലേറ്റസ്റ്റ് ട്വീറ്റിൽ അത് പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ പുതിയതായിട്ട് ഒരാൾ വരുമ്പോൾ സാറിൻ്റെ കൂട്ട് ഹാർഡ് വർക്ക് ചെയ്യണമെങ്കിൽ പാഷൻ വേണം എന്ന് നമ്മൾ സംസാരിച്ചു. അപ്പോൾ ഇതൊന്നുമില്ലാതെ ഒരു സ്വിച്ച് ഇട്ട മാതിരി ഒരാൾക്കും ഒരു ട്രേഡിങ്ങിലും പ്രോഫിറ്റബിൾ ആവാൻ പറ്റില്ല. ചില സമയത്ത് ചിലര് അടുപ്പിച്ച് 2-3 ദിവസം പ്രോഫിറ്റ് ഇടുമ്പോൾ അവർ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് ഇപ്പൊ സാറിൻ്റെ അടുത്ത് ഡിസ്കസ് ഒക്കെ ചെയ്യാറുണ്ടോ? ഇപ്പൊ എനിക്ക് സാർ ഇതാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അപ്പൊ സാറിന് എന്താ തോന്നാറ്? ഇപ്പൊ എൻ്റെ ഒക്കെ പറയുകയാണെങ്കിൽ ഇത് കുറെ കണ്ടിട്ടുണ്ട്. എനിക്ക് ഡെയിലി മെസ്സേജ് ചെയ്യുന്ന ഒരു 10 പേരെങ്കിലും ഉണ്ട്, മിനിമം 10 അതിൽ കൂടുതലുണ്ടാവും ഡെയിലി മെസ്സേജ്. അപ്പോൾ അതിൽ രസം എന്ന് വെച്ചാൽ എൻ്റെ ട്രേഡിങ് അറിയാമല്ലോ, എനിക്ക് ചിലപ്പം ഡ്രൈ ഫേസ് ഉണ്ടാവും, ചിലപ്പോൾ പ്രോഫിറ്റ് കിട്ടുമ്പോൾ എക്സ്ട്രീം പ്രോഫിറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ പലപ്പോഴും ഞാൻ മാർക്കറ്റിൽ റോങ് ആയിരിക്കും. പക്ഷേ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഞാൻ റൈറ്റ് ആയിരിക്കുമ്പോൾ എത്രമാത്രം പൈസ ഉണ്ടാക്കുന്നതാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. പലപ്പോഴും മാർക്കറ്റിനെ കുറിച്ച് എനിക്കൊരു ഐഡിയ ഉണ്ടാവും, എൻ്റെ വ്യൂ കറക്റ്റ് ആയിരിക്കും, അപ്പോൾ പോലും എനിക്ക് ചിലപ്പോൾ ട്രേഡ് ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ എനിക്ക് പറ്റിയ റിസ്ക് റിവാർഡ് ആയിരിക്കില്ല അവിടെ. അപ്പോൾ എല്ലാ ദിവസവും ഈ 10 പേരിൽ 2-3 പേരെങ്കിലും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ഓ ഞാൻ ആ മൂവ് പിടിച്ചു, ഇത് പിടിച്ചു. മോർണിംഗിൽ ചിലപ്പോൾ ഒരു മെസ്സേജ് ചെയ്യും, അതിൽ 5 പേരെങ്കിലും മെസ്സേജ് ചെയ്യും, ഇന്ന് മാർക്കറ്റ് പറക്കും, ഇന്ന് മാർക്കറ്റ് മേളിലേക്ക് പോകും.
അല്ലെങ്കിൽ കുറച്ച് പേര് പറയും ഇന്ന് മാർക്കറ്റ് താഴേക്കോ, അത് കഴിയുമ്പോഴേക്കും ഇത് റൈറ്റ് ആവുകയാണെങ്കിൽ അവർ തിരിച്ചു വന്നിട്ട് റൈറ്റ് ആയ ആൾക്കാർ വന്നിട്ട് പറയും ഓക്കെ അത് അങ്ങോട്ട് പോയെന്ന്. അപ്പോൾ അങ്ങനെ അവർ തിരിച്ചും മറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അത് ഇൻഫ്ലുവൻസ് എന്ന് വെച്ചാൽ പലരും പല രീതിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ മാർക്കറ്റ് ടൈമിൽ മാക്സിമം മെസ്സേജ് നോക്കാറില്ല. അതിൽ എന്നെക്കാളും ആക്യുറസി ഉള്ള ആൾക്കാരുണ്ടാവും അവിടെ. ഞാൻ പറയുന്നത് ഞാൻ ആക്യുറേറ്റ് ആണ്, അവർ ആക്യുറേറ്റ് അല്ല എന്നല്ല പറയുന്നത്. അവരിൽ എനിക്ക് മെസ്സേജ് അയക്കുന്ന പലർക്കും എന്നെക്കാളും ആക്യുറസി ഉണ്ട്. ഇല്ല, പക്ഷേ അവർ ആക്യുറേറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അത് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടോ, അത് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അവർ ആക്യുറേറ്റ് അല്ലാത്ത ടൈമിൽ അവർക്ക് എത്ര ലൂസ് ആവുന്നുണ്ട് എന്നൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്. പലരും ഇങ്ങനെ മെസ്സേജ് അയക്കുന്ന പലരും, ചില ആൾക്കാരാണെങ്കിൽ രാവിലെ പറയും മാർക്കറ്റ് ഇപ്പോൾ കയറുമെന്ന് പറയും, 10 മണി കഴിഞ്ഞിട്ട് മാർക്കറ്റ് വീഴുമെന്ന് പറയും, അത് കഴിഞ്ഞിട്ട് 3 മണി കഴിഞ്ഞിട്ട് മാർക്കറ്റ് 2 മണി കഴിഞ്ഞിട്ട് മാർക്കറ്റ് കയറുമെന്ന് പറയും. എക്സാക്ട്ലി അങ്ങനെ തന്നെ ആയിരിക്കും സംഭവിക്കുന്നത്. അവരോട് ഇന്നെന്ത് സംഭവിച്ചെന്ന് ചോദിക്കുമ്പം രാവിലത്തെ ട്രേഡിൽ പൈസ കിട്ടി, രണ്ടാമത്തെ ട്രേഡിൽ പൈസ കിട്ടി, മൂന്നാമത്തെ ട്രേഡിൽ പൈസ കിട്ടി, അവസാനം ഒരു ട്രേഡ് എടുത്ത് ഇതെല്ലാം കൂടെ പോയി ലോസറായി എന്ന് പറയും. അതാണ് സിറ്റുവേഷൻ. അപ്പോൾ നമ്മൾ എത്ര റൈറ്റ് ആകുന്നു എന്നുള്ളതല്ല ഇമ്പോർട്ടൻറ്റ്. നമ്മൾ റൈറ്റ് ആകുമ്പോൾ എത്ര പൈസ ഉണ്ടാക്കുന്നു, നമ്മൾ റോങ് ആകുമ്പോൾ എത്ര കുറച്ച് ലൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ശരിക്കും ഓപ്ഷൻ ബയേഴ്സിന് വളരെ ഇൻസ്പയറിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നു. ഓൾമോസ്റ്റ് നമ്മളെല്ലാം തന്നെ സാറിൻ്റെ അടുത്ത് ചോദിച്ചു. ഓപ്ഷൻ ബയേഴ്സിനല്ല, എല്ലാ ടൈപ്പ് ഓഫ് ട്രേഡേഴ്സും ഫോളോ ചെയ്യേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടല്ല എനിക്ക് തോന്നുന്നു ആ പോയിന്റിലോട്ട് നമ്മൾ സംസാരിച്ചപ്പോൾ വീണ്ടും ആ ഒരു പോയിന്റാണ്. ഈ ഒരു പോയിന്റ് തന്നെ പറഞ്ഞിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നു. നിങ്ങൾ ഷിജു മോൻ ആൻ്റണി എന്ന് പറയുന്ന ഒരു ട്രേഡറിൻ്റെ കൂട്ട് ആകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഹാർഡ് വർക്ക് വേണം. ആ പറഞ്ഞ പ്രധാനപ്പെട്ട വാക്കുകൾ, നിങ്ങൾ എത്ര ലോസ് ചെയ്യുന്നത് എങ്ങനെ കുറയ്ക്കുന്നു, മാക്സിമം പ്രോഫിറ്റ്സ് എങ്ങനെ വലുതാക്കുന്നു എന്നുള്ളത് തന്നെ ഫോക്കസ് ചെയ്ത് നമുക്ക് എല്ലാവർക്കും ഒരു സക്സസ്ഫുൾ ട്രേഡർ ആകാനായിട്ട് പറ്റണം. മലയാളികൾക്ക് തന്നെ ഒരു ഇൻസ്പിറേഷൻ കൂടിയാണ് സാർ. സാർ ഓപ്ഷൻ ബൈ ബിഗിനേഴ്സ് ഓപ്ഷൻ ബൈയിലേക്ക് വരരുത് എന്നുള്ളൊരു മെസ്സേജാണ് സാർ കൊടുത്തത്. അതെ, ഇത് റിസ്ക്കിയാണ്. ഇപ്പം ഓപ്ഷൻ ട്രേഡിങ്ങിലേക്ക് ഒരാൾ വരണമെങ്കിൽ ഇനിയിപ്പോൾ അതാണ് പാഷൻ, അതിലേക്ക് വന്നേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ സിമുലേറ്റഡ് പ്ലാറ്റ്ഫോം കുറേ ഉണ്ട്. അതിൽ കുറേ നാൾ ചെയ്യുക, അതിൽ പ്രോഫിറ്റബിൾ ആകുമ്പോൾ ചെറിയ ക്യാപിറ്റലിട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പൈസ മാത്രമേ. ഇതിലേക്ക് ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ ഷുവർ ഷോട്ടാണ്, നല്ല രീതിയിൽ പൈസ പൊട്ടിച്ചിട്ട് പൈസ സക്സസ്ഫുൾ ആകാൻ പറ്റുള്ളൂ. പക്ഷെ അതാരും മനസ്സിലാക്കണം എന്നുള്ളത് വളരെ വിഷമകരമായ കാര്യമാണെന്നുള്ളത്. അപ്പോൾ സാറിന് ഒരു വലിയ താങ്ക്സ്. കാരണം കുറേ നാളായിട്ട് നമ്മളൊരു പോഡ്കാസ്റ്റിന് വേണ്ടി സാറിന് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും വീണ്ടും ഒരു അടുത്ത പോഡ്കാസ്റ്റായിട്ട് കാണുന്നവരേക്കും താങ്ക് യു.